എന്താണെന്ന് പറ. അങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം. ചീത്ത വിളിച്ചവന്മാരുടെ അടുത്ത് ചോദിക്കുകയെന്നെ ചെയ്യണം, മനസ്സിലായ? അല്ല ചീത്ത വിളിച്ചിട്ട് നമ്മൾ മിണ്ടാതെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ KVL താങ്ങിയിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഞാൻ MRC ആണ്, മനസ്സിലായ? അങ്ങനെ അവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കണം, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് റിയാക്ട് ചെയ്തത്, അല്ലാതെ എനിക്ക് ഇവരുടെ അടുത്ത് വ്യക്തിപരമായിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇൻ കേസ് ഇന്നലെ ഇതെല്ലാം സംസാരിച്ച് തീർത്ത് ഞാൻ അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല, അതിനുശേഷം ഇന്നവൻ ചീത്ത വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കണം. പറ കാര്യം പറ. വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ലേ? നിങ്ങൾ ചുമ്മാ ആൾക്കാരെ ഉണ്ണാക്കനാക്കണ രീതിയിൽ സംസാരിക്കില്ല. ഒന്നെങ്കിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ വിളിച്ചിട്ടില്ലെന്ന് പറ. പ്ലേ ഓക്കെ. എന്ത് റാംബോയ്ക്ക് ആരെ വാങ്ങിച്ചു കൊടുക്കണം? ഒരു തന്തേനെ മേടിച്ചു കൊടുക്കാൻ പറ. ബാക്കിയുള്ളവർ പറഞ്ഞു നിനക്ക് പോണോടാ ലെഗസി. റാംബോയ്ക്ക് തന്തേ വാങ്ങിച്ചു കൊടുക്കണം. റാംബോയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കണം? തന്തേ വാങ്ങിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒരു മിനിറ്റ്. തന്തേ വാങ്ങിച്ചു കൊടുക്കാം. വെയിറ്റ് ആക്ക്. ഞാൻ എൻ്റെ DC-യിലൊന്ന് കയറിക്കോട്ടെ. ഞാൻ ക്യാമറ എന്താ? ഒരു മിനിറ്റ്. ഇനി തീരുമാനം ഉണ്ടാക്കാം. റാംബോയ്ക്ക് തന്തയെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ബ്രോക്കറാ? അവൻ ഒരു മാമാപ്പണി ചെയ്യണവനവൻ. വെയിറ്റ് ആക്കേ. ഒരു മിനിറ്റ്. ക്യാമറ ഇപ്പം ശരിയാവും. വെയിറ്റ് ആക്ക്. ഇതെന്താ ക്യാമറയിൽ എൻ്റെ പകുതിയല്ലേ ഉള്ളൂ? നമുക്കങ്ങനെ ഉറപ്പല്ലേ? അല്ല എനിക്ക് തന്തയെ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് KVL ആരോ ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പൈസ. ഒരു മിനിറ്റ്. ഞാൻ എൻ്റെ DC-യിൽ എൻ്റെ പിള്ളേരുടെ അടുത്ത് ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. MRC ഓക്കെ. ഹലോ എടാ കേൾക്കാമോ? ഒരു മിനിറ്റ് മുത്തേ, ഹെഡ്സെറ്റിലാണ് കേൾക്കണമെന്ന് തോന്നുന്നത്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് മുത്ത, കേൾക്കാമോ? ഒരു മിനിറ്റ് കേൾക്കാമോ മുത്ത? എടാ ഒരു മിനിറ്റ്. ഇതിൽ ആരൊക്കെയാണ് അറിയാൻ? ഒരു മിനിറ്റ്. ഇതിൽ ആരൊക്കെയാണ്? മുത്തേ ഒരു മിനിറ്റ്. എനിക്ക് ഒരു കാര്യം, ഞാൻ ഇത് ഇന്നലത്തോടുകൂടി ഈ കേസ് വിട്ടതാ, പക്ഷെ എന്നെ ഇതിലോട്ട് വീണ്ടും വലിച്ചിട്ടത് കൊണ്ട് ഞാൻ ചോദിക്കണതാ. ഈ KVA ഹിറ്റ്മാൻ എന്ന് പറഞ്ഞ ആരാ? KVA ഹിറ്റ്മാൻ മുത്തേ ഒരു മിനിറ്റ്. എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു ഇത് തരണം. ഞാൻ ലീഡറും കാര്യങ്ങളൊന്നും അല്ല, എനിക്ക് ഒരു 5 മിനിറ്റ് സംസാരിക്കണം. മുത്തേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വേറെ ഒരു കാര്യത്തിലും പോലെ ഒരു 2 മിനിറ്റ് നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കണം പ്ലീസ്, അത്രേ ഉള്ളൂ. ഈ KVA ഹിറ്റ്മാൻ എന്ന് പറയണവൻ എനിക്ക് തന്തയെ ഉണ്ടാക്കി തരാൻ വേണ്ടി നടപ്പുണ്ട്. അവൻ്റെ ലൈവിൽ അവൻ എനിക്ക് റാംബോയ്ക്ക് ആദ്യം ഒരു തന്തയെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു. എനിക്ക് അവനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അവരെ KVAയുടെ ഡിസ്കോഡിലായിരിക്കും പറഞ്ഞത്. എൻ്റെ ലൈവിൽ ഇപ്പോൾ ആൾക്കാർ മൊത്തം വന്ന് സ്പാം ചെയ്യുന്നുണ്ട്. KVA ഹിറ്റ്മാൻ എന്നാണ് പേര്. എനിക്ക് പേഴ്സണലി പരിചയമില്ല, എനിക്ക് അവന് ഒരു ബന്ധവും ഇല്ല. നമ്മളിന്നലെ കാറിലോടുത്ത് പോയി സംസാരിച്ച്, നമ്മളിന്നലെ അവിടെ ഡ്രാഗൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞ് ഞാൻ ഇന്നലത്തോട് വിട്ട കേസാണ്. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എനിക്ക് നിങ്ങളടുത്ത് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിലിപ്പോൾ എന്താ വേണ്ട? അതായത് ഷെയ്ഖ് പറഞ്ഞേക്കുന്നേക്ക് അതിനകത്ത് കുറച്ചൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞേക്കുന്നു. അകത്ത് മിണ്ടുന്നില്ല, അകത്തൊന്നും മിണ്ടുന്നില്ല. ഞാൻ സിറ്റിയിലൊന്നും മിണ്ടൂടാ. പുറത്ത് മിണ്ടണ, ഞാൻ ഷേഖിനെ വിളിച്ചോളാം. പുറത്ത് മിണ്ടണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എന്റെ ലൈവിൽ മൊത്തം ആൾക്കാർ വന്നിട്ട്, ഈ കാണുന്ന ഇപ്പൊ ലൈവ് കാണുന്ന 2300 ആൾക്കാരുണ്ട്. ഇവർ മൊത്തം വന്നിട്ട് എന്റെ ചാറ്റ് മൊത്തം മൈക്കി KVA എന്നും പറഞ്ഞ് മൊത്തം ഇത് സ്പാം ചെയ്തോണ്ടിരിക്കുക.
ഞാൻ ഇത് ഇന്നലെ വിട്ട കേസാണ്. ഞാൻ ഇത് ഇന്നലെ വിട്ട് ലൈവ് ഇന്നലെ അവിടെ തീർന്നതിന് ശേഷം ഞാൻ ലൈവ് എൻഡ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു അക്ഷരം എന്താ ഇന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇത് കേട്ടിട്ട് എനിക്ക് തന്ത ഉണ്ടാക്കി തരാൻ നടക്കുമ്പോഴത്തേക്ക് എനിക്കിത് കേട്ടിട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെല്ലാം എൻ്റെ കൂടപ്പറപ്പുകളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്നേ വരെ നിങ്ങളടുത്ത് ആരടുത്തും ഗ്യാങ്ങിൽ ആരടുത്തും ഞാൻ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്ത് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഈ സിറ്റിയിൽ ഞാൻ സംസാരിക്കണം നിങ്ങളുമായിട്ടാണ് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യണത്. പ്രത്യേകിച്ച് രാജു ഭായ് ആയാലും ചാപ്സ് ആയാലും കൊച്ചാപ്പി ആയാലും ജാസി ആയാലും എല്ലാം ഞാൻ നിങ്ങളടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണം. പ്രണവ് നിങ്ങളടുത്തൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതിപ്പോൾ പുറത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് എൻ്റെ ലൈവിൽ ചാറ്റ് മൊത്തം ഇത് വന്നിട്ട് സ്പാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹിറ്റ്മാൻ അല്ല റാംബോ VCയിൽ ഇരിക്കുന്ന ആരോ ആണ് പറഞ്ഞത്, മൈക്കി ആണെന്ന് തോന്നുന്നു. ഓക്കെ, വാട്ട് എവർ മൈക്കി, എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. അപ്പം എനിക്ക് ഇവൻ്റെ അടുത്ത് സംസാരിക്കണം. അതിനിപ്പോൾ എന്താ ഒരു വഴി എന്താ നിങ്ങൾ പറഞ്ഞാൽ? ഞാൻ ഇത് സിറ്റിയുടെ ഉള്ളിൽ സംസാരിക്കണോ, ഞാൻ ഈ സിറ്റിയുടെ പുറത്ത് സംസാരിക്കണോ? ഇത് കാരണം ഷേക്കിനെ ഒന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് VC വരാൻ പറയോ? അല്ലെ ഞാൻ വിളിച്ചാൽ എടുക്കുമെന്ന് എനിക്ക് അറിയാം. ഞാൻ വിളിക്കാം. ഒരു മിനിറ്റ്, നിങ്ങൾ ആരും പോവല്ലേ. കാരണം എനിക്കിത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ ഒരു തീരുമാനം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ ചോദിച്ചത്. ഒരു മിനിറ്റ്. ഹലോ ഷേക്ക് എടുക്കല്ല. നിങ്ങളൊക്കെ ഇത് എപ്പോഴാ അറിഞ്ഞ? ഈ കാര്യം എപ്പോഴാ അറിഞ്ഞ? ലൈവിൽ സ്പാം ചെയ്തോ? ഹലോ ഷേക്കെ മുത്തേ, ഒരു മിനിറ്റ് ഒന്ന് VCയിൽ വന്നേടാ. ഒരു മിനിറ്റ്. MRCയുടെ VCയിൽ ലൈവ് VC 2 പെട്ടെന്നോ? അങ്ങനെ നമുക്ക് തന്ത ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് എടാ, ഞാൻ ഇത് പേഴ്സണലായിട്ട് പറയണേ, നിങ്ങളാരെയും ഞാൻ കൂട്ടി വിളിക്കല്ല. ഞാൻ ഇത് പേഴ്സണലായിട്ട് പറയണേ. എനിക്ക് തന്ത ഉണ്ടാക്കി തരാൻ വേണ്ടി ഒരു പുണ്ടച്ചി മോനും ഇവിടെ നടക്കണ്ട. മനസ്സിലായ? ഞാൻ ഇത് പുറത്ത് പറയണ കാര്യം. എനിക്ക് അവൻ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പുറത്ത് പറഞ്ഞിട്ടാണ്. എനിക്ക് തന്ത ഉണ്ടാക്കി തരാൻ ഒരു പുണ്ടച്ചി മോനും ഇവിടെ നടക്കണ്ട. നീയൊക്കെ കുറെ കുണ്ണ കണ്ടിട്ടുണ്ടായിരിക്കും, കുറെ കുണ്ണ പിടിച്ചു കൊടുത്തിട്ടായിരിക്കും കയറിയത്. റാംബോ ഒരു കുണ്ണയും പിടിച്ചു കൊടുത്തിട്ടല്ല ഇവിടെ കയറിയത്. മനസ്സിലായ? അപ്പൊ നീയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ആളും തരം അറിഞ്ഞ് സംസാരിക്കുക. മനസ്സിലായ? KV എന്ന് പറഞ്ഞ ഒരു കുണ്ണയല്ല എനിക്ക്. ഞാൻ ഇത് വെളിയിൽ കയറ്റി കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലത്തോടു കൂടി എൻ്റെ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാം പറഞ്ഞപ്പോഴത്തേക്ക്, എൻ്റെ ഗ്യാങ് മെമ്പേഴ്സും എൻ്റെ ലീഡേഴ്സ് ലീഡറും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് ഇന്നലെ വിട്ട സീനാണ് ഈ സീന്. മനസ്സിലായ? ഇതിലോട്ട് എന്നെ വീണ്ടും ഊമ്പിച്ച് ഇതിലോട്ട് എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ കാര്യം എനിക്ക് ചോദിക്കണം. ഞാൻ എൻ്റെ ലീഡേഴ്സ് എന്നിട്ടും ഞാൻ ഷേക്കിൻ്റെ അടുത്ത്, എൻ്റെ ലീഡേഴ്സ്, എൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്ത്, എൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും കൂടെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. മനസ്സിലായ? അല്ലാതെ ഈ തീട്ട KVയെ കണ്ടിട്ടൊന്നും ഞാൻ ഊമ്പി തെറ്റി പോവുകയൊന്നുമില്ല. ഹലോ ഷേക്ക് വന്നോ? ഷേക്കേ, ഒരുത്ത എനിക്ക് തന്ത ഉണ്ടാക്കി തരാൻ വേണ്ടി നടപ്പുണ്ട്. മനസ്സിലായ? അപ്പൊ ഞാൻ ഇതില് VC വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പിള്ളേർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നു, ഷേക്ക് പറഞ്ഞ് ഇതിനെതിരെ ഒന്നും സംസാരിക്കണ്ട അന്ന് പറഞ്ഞെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, പിള്ളേർ പിള്ളേരുണ്ടല്ലോ MRCയിലുള്ള ഇപ്പം നീയും ഷമീറും അല്ലാത്ത ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ട് നമ്മളെ മെമ്പേഴ്സ്. ഓരോട് ഞാൻ ഇതിനെ പറ്റി റിയാക്ട് ചെയ്യാൻ വെറുതെ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും വെറുതെ അനാവശ്യമായിട്ട് ഒന്നും സംസാരിക്കണ്ട എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതിലുള്ള ആരും ഒന്നും സംസാരിക്കില്ല. നിനക്ക് വന്നതിനുള്ളത് നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞു. നീ പറഞ്ഞോ റാംബോ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഈ സാധനങ്ങൾ അത് റാംബോ വന്നിട്ട് എന്താന്ന് വെച്ചാൽ റാംബോ ആയിട്ട് പറഞ്ഞോളും എന്ന് എനിക്ക് അയച്ചു തന്നവരോടും ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും എൻ്റെ അടുത്ത് കള്ളത്തരവും ഈ കാര്യങ്ങളൊന്നും പറയൂല. എൻ്റെ ബ്രദേഴ്സ് ആണെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് KVയിൽ കാസ്ട്രോ അല്ലാതെ എനിക്ക് വേറെ ആരെയും ഒന്നാമത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. KVയുടെ ലീഡർ എന്ന് പറഞ്ഞാൽ എനിക്ക് കാസ്ട്രോ മാത്രമേ അറിയാം. എനിക്ക് വേറെ ആരെയും അറിഞ്ഞൂടാ. എനിക്ക് ആരെങ്കിലും കയ്യിൽ, നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും കയ്യിൽ കാണുമെന്ന് എനിക്കറിയാം. ഈ മൈക്കി എന്ന് പറഞ്ഞ ഇവൻ്റെ നമ്പർ ഒന്ന് എനിക്ക് തരാമോ? എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാമോ? ആരാണെന്നൊന്നും പറയണ്ട. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരാൾ എനിക്കിപ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ എന്തെന്ന് വെച്ചാൽ അയച്ചു തരാം. നമ്പർ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. നമ്പർ മുത്ത എനിക്കൊന്ന് നമ്പർ അയച്ചാ. കാരണം അല്ലടാ മുത്ത, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിപ്പോ ആരാ പറഞ്ഞ ഫാൽക്കണ?
ഫാൽക്കം ബ്രോ മുത്ത, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട്, ഇപ്പം ഞാൻ നിന്റെ ബ്രദറാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ MRC വന്നിട്ടായാൽ പോലും ഞാൻ ഒരു കോ മെമ്പറായിട്ടാണ് ഞാൻ സിറ്റിയിൽ കളിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ആരെയും ഞാൻ ഇതുവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാവരെയും ഞാൻ റെസ്പെക്ട് ചെയ്ത് മാത്രമേ ഇത്രയും നാൾ നിന്നിട്ടുള്ളൂ. നിങ്ങളുടെ അടുത്തൊക്കെ അത്ര ഇതായിട്ട് മാത്രമേ അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരടുത്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോശം അനുഭവം ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടുണ്ടാ? അല്ലെങ്കിൽ ഞാൻ ഒരു വള്ളി ഇവിടെ ഈ സിറ്റിയിൽ ഞാൻ പിടിച്ചിട്ടുണ്ടാ? നിങ്ങൾ പറ, ഞാൻ പിടിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. പക്ഷെ എൻ്റെ തന്തയ്ക്ക് ഒരുത്തം വെളിയിൽ നിന്ന് വന്നിട്ട് RPയിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ആദ്യം ആ റാംബോയ്ക്ക് ഒരു തന്തയെ ഉണ്ടാക്കി കൊടുക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കണോടാ മുത്തേ. അത് ഇനിയിപ്പോൾ ഏത് രീതിയിലായാലും പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് അവൻ്റെ നമ്പറൊന്നും എനിക്ക് അയച്ചാ. ഇല്ലെന്നുണ്ടെങ്കിൽ നീ എനിക്ക് DC-യിലെങ്കിലും അയച്ചാ. ഞാൻ സ്ക്രീന് ഹൈഡ് ചെയ്യാം, നീ എനിക്കൊന്ന് DC-യിൽ അയച്ചാ. എനിക്ക് അയച്ചാടാ, എനിക്കത് സംസാരിക്കണോടാ. ഇല്ലാതെ എനിക്ക് ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞ കേസാണ് റാംബോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നതിന്റെ കാര്യം നമുക്ക് നമ്മുടേതായ എത്തിക്സ് ഉണ്ട്, നമുക്ക് നമ്മുടേതായ രീതികളുണ്ട്. നമ്മൾ അതുമായിട്ട് ഒന്നും വേറെ ഇങ്ങനത്തെ കാര്യങ്ങൾ വട്ടമേശ സമ്മേളനങ്ങളോ ചർച്ചകളോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്നലെ വന്ന് നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അകത്തോട്ട് അകത്ത് സംസാരിക്കുന്നു. അതെ, നമുക്ക് നമ്മുടേതായ രീതികളുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ റാംബോനെ തന്തയ്ക്ക് വിളിച്ച കേസ് ഇന്നലെ പറഞ്ഞ് സോൾവ് ആക്കിയതാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ അത് പറഞ്ഞ് സോൾവ് ആക്കാൻ പാടില്ലായിരുന്നു. സ്റ്റോറി ഇട്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്ത. ആ സ്റ്റോറി വേണമെങ്കിൽ ഞാൻ സ്റ്റോറി കണ്ടിട്ടില്ല. ഞാൻ ഈ നിമിഷം വരെ സ്റ്റോറി കണ്ടിട്ടില്ല. ഇനിയിപ്പോ സ്റ്റോറി അല്ല, ഞാൻ തന്നെ പറഞ്ഞത് അത് ചെയ്തെങ്കിൽ അത് സോൾവ് ആക്കിയതിന് ശേഷം ഇന്നും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പറയാനുള്ള നീ പറഞ്ഞു. അത് നിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ബസ്സിൽ കട്ടായി നീയാണ് പറയേണ്ടത്. അല്ലല്ല എടാ, ഞാനാണ് പറയേണ്ടത്. ഇന്നലെ നീ വന്ന് എൻ്റെ അടുത്ത് ഇത് സിറ്റിയിലുള്ള വിഷയമാണ്, ഇത് സിറ്റി തീർക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഞാൻ പിന്നെ ഒരു അക്ഷരം ഞാൻ പറഞ്ഞു മേക്ക് സിറ്റി തീർക്കാന്ന് പറഞ്ഞാൽ അവൻ കോ ലീഡറാണ്, എങ്കിൽ സിറ്റി തന്നെ തീർക്കാന്ന് പറഞ്ഞാൽ അപ്പോഴേ DC എൻഡ് ചെയ്ത് ഞാൻ സിറ്റി വന്നോ, ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്തോ. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പുറത്ത് എനിക്കത് എൻ്റെ ചാറ്റിൽ മൊത്തം ഇത് വന്നിട്ടാണ് ഞാൻ ഇത് ചോദിക്കണത്. മനസ്സിലായ? എനിക്ക് ഇതിനെക്കുറിച്ച് 2 അക്ഷരം അവൻ്റെ അടുത്ത് ചോദിക്കണോടാ. അല്ല, എനിക്ക് തന്ത ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അവനല്ല എന്നെ ചെലവിനൊന്നും എന്നെ ഇവിടെ നോക്കണത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്ന് DC-യിൽ ഇതാക്കിക്കാണ്ട് സംസാരിച്ചത് എനിക്ക് തോന്നുന്നത് മൈക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിന്റെ തന്നെ കുറിച്ചിട്ട് വേറെ മൈക്ക്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. മൈക്ക് അല്ലെങ്കിൽ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ബിലാലെ. ഇത് സ്ട്രിക്ട്ലി ഞാൻ നിങ്ങളോട് എല്ലായിടത്തും ചോദിക്കുകയാണ്. മൈക്ക് അല്ല നമുക്ക് അതിന് ഞാൻ കേട്ടതാ ക്ലിപ്പ്. അതിനകത്ത് പറയുന്നുണ്ട്, അത് അവർ തമ്മിലുള്ള പേഴ്സണൽ വിഷയമാണ്, അത് അവർ തമ്മിൽ പറഞ്ഞു. ഇന്നലെ അവനെ വിളിച്ചു, അവൻ തിരിച്ചു വിളിച്ചു. അത് അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയേണ്ട കാര്യം എന്താ? റാംബോ മൈക്കിനെ തന്തയ്ക്ക് വിളിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പം മൈക്ക് അല്ലാതെ പറഞ്ഞെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അവ സ്റ്റോറി ഇട്ടു, അതിനുശേഷം ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്തു. അല്ല ബിലാലെ, മൈക്ക് അല്ല എന്നുണ്ടെങ്കിൽ മൈക്ക് അല്ലാതെ വേറൊരുത്തൻ ഇവിടെ റാംബോയുടെ അച്ഛനെ വിളിക്കുന്ന കാര്യം എന്തുവാ? അതാണ് എന്റെ ചോദ്യം. ഓക്കെ, മൈക്ക് ആണെങ്കിൽ ഇന്നലെ വിളിച്ചതിന്റെ ഗ്രഡ്ജ് ആയിരിക്കും, ഇന്നലെ വിളിച്ചതിന് അവർ കൊണ്ട് അത് അവർ തമ്മിൽ തീർക്കട്ടെ നോക്കാം. മൈക്ക് അല്ലാന്നിട്ട് ഒരു തേർഡ് പേഴ്സൺ ആണ് അത് ആ മൂന്നാമത്തെ ഒരാൾ ഇവന്റെ തന്തയ്ക്ക് വിളിക്കേണ്ട കാര്യം എന്തുവാ? അതിനുള്ള കാര്യം ആരായാലും അതപ്പോ ആരായാലും ഇവന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ഇവന്റെ എന്നല്ല ആരുടെയും. ഓക്കെ, ഇപ്പൊ റാംബോയുടെ തന്തയ്ക്ക് അവൻ വിളിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പേഴ്സണലി എടുത്തതിന് അനുസരിച്ച് മൈക്കാണ് വിളിച്ചത്. നീ ഇപ്പൊ പറഞ്ഞോണ്ട് ചോദിക്കോ ബിലാലെ, വേറൊരാൾ തേർഡ് പേഴ്സൺ വന്ന് വിളിക്കേണ്ട കാര്യം എന്തുവാ? നമ്മൾ ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചോ? അവരുടെ നമ്മളവിടെ കൂട്ടത്തിൽ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ഇവർ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ ഇവർ അങ്ങോട്ടും വിളിച്ച് അല്ല മാക്കെ, ഇത് ഞാനുമായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അതിനുശേഷം ഇത് സിറ്റിയിലുള്ളിൽ വെച്ച് സംസാരിച്ച് തീർത്ത് അതിന്റെ POV കണ്ടിട്ട് എന്റെ ഗ്യാങ്ങിലുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ, 2 പേരെ ഭാഗത്തും തെറ്റുണ്ട്, 2 പേരെ ഭാഗത്തും ഇതിൽ തെറ്റുണ്ട്. അപ്പം ഇത് ഇവിടെ വെച്ച് വിടാൻ പറഞ്ഞപ്പോ ഞാൻ ഇത് വിട്ടോ. ഞാൻ നിങ്ങളെല്ലാവരെയും റെസ്പെക്ട് ചെയ്ത്. ഒരു മിനിറ്റ്, അല്ല ഞാൻ കേട്ടത് അവന്റെ സൗണ്ട് തന്നെയാണ്. ഫാൽക്ക ഞാൻ ഒരു വീഡിയോ DM അയച്ചു, അതിനകത്ത് ആ സൗണ്ട് കേൾക്കണം. മൈക്കാണോ നോക്കിയേ? അയക്ക് ഇല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ കേട്ടോ. മൈക്കയുടെ സൗണ്ട് അറിയാലോ നല്ലോണം. എനിക്കൊരു 15 പേര് ആ വീഡിയോ DM അയച്ചു തന്നിട്ടുണ്ട്, മനസ്സിലായോ? ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നോക്കി. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടു. അല്ലല്ല, റാംബോ നിൽക്കണം, റാംബോ പ്ലേ ചെയ്യല്ല. നില്ല നീ അവിടെ നിൽക്കി, നീ അത് വിട്. ഞാനിപ്പോ ഫാൽക്ക നീ ഗ്രൂപ്പ് നോക്കി, എന്നിട്ട് സൗണ്ട് ഒന്ന് കേട്ടിട്ടൊന്ന് പറഞ്ഞേ ഫാൽക്ക. അല്ല അതങ്ങനെ അല്ലെങ്കിൽ അത് ഷേക്ക് ചെയ്യാൻ ഒരു കാര്യം പറ്റേ. ഓക്കെ, മൈക്ക് അല്ല എന്നുണ്ടെങ്കിൽ അത് എന്തിനെന്നും കൂടെ നമുക്ക് അറിയണം. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാട്ടോ അവരോട് അറിയിച്ചാൽ മതി. ഞാനാ ചോദിക്കുന്നത്, അത് എന്തിനും നമുക്ക് അറിയണം. അവന്റെ ഇത് ഒരു മിനിറ്റ് അവന്റെ ഇത് എൻ്റെ ഉണ്ട്. ഇത് ആരാ സംസാരിക്കണേന്ന് ഈ DP കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഒരു മിനിറ്റ്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ DC ഷെയർ ചെയ്യാം, നിങ്ങൾ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് ആരെന്ന് എനിക്ക് പറഞ്ഞാൽ. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം.
ആ വീഡിയോ എന്തെങ്കിലും ഉണ്ട്? ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു മിനിറ്റ്. എടാ ബാക്കി ലെഗസി എടാ നിനക്ക് പോണോടാ ലെഗസി എടാ ബാക്കി ലെഗസി എടാ നിനക്ക് പോണോടാ ഒരു പറഞ്ഞു സമാധാനായില്ലേ? എത്ര അത് അവര് തമ്മിലെ പേഴ്സണൽ അത് കഴിഞ്ഞല്ലോ ഓക്കെ അത് പ്രശ്നമല്ല. അത് വീഡിയോ വെച്ച് അവരെ കൊണ്ട് അവരെ കൊണ്ട് എന്ത് ഇത്ര വയസ്സുണ്ടെങ്കിൽ ആ റാംബോക്ക് ഒരു തന്തേനെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇതാരാ പറഞ്ഞേ? മൈക്ക്. അപ്പൊ ഒരു മിനിറ്റ്. എടാ മുത്തേ, ഞാൻ ഇത്ര ഇതൊന്നും ചോദിക്കുക പറയുകയും ചെയ്തില്ല. അത് തേർഡ് പേഴ്സൺ ആണെന്ന് ബിലാൽ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. മനസ്സിലായില്ലേ? രാജുഭായ് ഇന്നലെ ഈ കേസ് സീന് വിടാൻ പറഞ്ഞപ്പോ ഞാൻ വിട്ടതാണല്ലോ. അതിന് മുമ്പ് വാട്ട പറഞ്ഞ എന്തോ പറഞ്ഞേ ഈ സീന് വിടാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത് വിട്ടതാണോ? ഞാൻ നിങ്ങളെല്ലാവരെയും വാക്ക് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ലൈവ് തുടങ്ങിയിട്ട് പോലും ഞാൻ ഇത് സംസാരിച്ചിട്ടില്ല. എനിക്ക് ഫാൽക്ക് അവൻ്റെ നമ്പർ ഒന്ന് അയച്ചാടാ. കേൾക്കാമോ? സീരിയസ് ആയിട്ട് പറ. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കാസ്ട്രോ വിളിക്കേണ്ടി വരും. കാസ്ട്രോ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കേണ്ടി വരും. എൻ്റെ സംസാരം ഏത് രീതി പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കാസ്ട്രോയുടെ നമ്പർ ഇട്ട് എനിക്ക് ഒരു പാടില്ല, എൻ്റെ ഫോണിൽ തന്നെ കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കാസ്ട്രോ വിളിച്ച് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് അവൻ്റെ നമ്പർ ചോദിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാസ്ട്രോ വിളിച്ച് സംസാരിക്കും, അത്രേ ഉള്ളൂ. എൻ്റെ കയ്യിലുണ്ട്. ആ ഫോൺ തന്നെ എൻ്റെ ഇരിക്കണം. എൻ്റെ കയ്യിലുണ്ട് കാസ്ട്രോയുടെ നമ്പർ. എൻ്റെ കയ്യിലുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാസ്ട്രോ വിളിക്കും. ആർക്കെങ്കിലും നമ്പർ അവൻ്റെ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിത് അകത്തും പുറത്തും ഇല്ലാതെ അവൻ്റെ അടുത്ത് മാത്രമായിട്ട് തീർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ കാസ്ട്രോ വിളിക്കും ബ്രോ. നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും കൂടെയാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കാരണം നിങ്ങൾക്കൊരു ഇത് വന്നെന്നുള്ളൊരു ഇത് എൻ്റെ അടുത്ത് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറ. വിസിയിൽ എനിക്ക് അവന്റെ വിസി ഒന്നും പറ്റുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവനെ ഇങ്ങോട്ട് ട്രാക്ക് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ട്രാക്ക് ചെയ്തിട്ട് അവനൊന്ന് വിസിയിൽ സംസാരിപ്പിക്കാമോ നിങ്ങളോട് ചെന്നിട്ട്? അല്ല രാജുഭായ് എന്റെ തന്ത ഞാൻ ഇന്നലെ രാജുഭായ് ഞാൻ ഒരു കാര്യം പറഞ്ഞതാ. നിങ്ങളെല്ലാവരും ഇന്നലെ ഇത് രാജുഭായ് നിങ്ങൾ ഇന്നലെ ഇത് നിർത്താൻ പറഞ്ഞപ്പോ നിർത്തിയൊരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം ഞാൻ അതിന്റെ അപ്പുറത്തോട്ട് ഒന്നിലും പോയിട്ടില്ല. പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ എന്റെ തന്തയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇത് സംസാരിക്കാൻ നേരത്ത് വിസി വിളിച്ച് ചീത്ത വിളിക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കതിന് നിങ്ങളടുത്ത് എനിക്ക് പറയാൻ ഉത്തരവില്ല. മനസ്സിലായ? അതെനിക്ക് ചോദിക്കണ്ടേ രാജുഭായ്? നിങ്ങളെയാണ് ഒരാൾ അങ്ങനെ പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂല, കൊടുക്കുമല്ലോ. പക്ഷെ നിങ്ങളത് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ വീണ്ടും കൊടുക്കണോ? അല്ല, കോൺട്രവേഴ്സി ഉണ്ടാക്കാനല്ലടാ ഈ പുണ്ടച്ചിമോ ഇന്ന് പറഞ്ഞത്. ഇവനൊരു കോൺട്രവേഴ്സി ഈ കുണ്ണാൾക്ക് ഒരു പറയൂല്ലാതെ ഇവന്മാർക്ക് MRCക്കെതിരെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനെന്നുള്ളത് കൊണ്ടല്ലേ ഇവന്മാർ ഇന്ന് എന്റെ തന്തയ്ക്ക് വിളിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവന്മാർക്കൊരു ഗ്യാങ് ലീഡർ ഉണ്ടല്ലോ. അവന്മാർക്കൊരു ഗ്യാങ് ലീഡർ ആൾക്കാരുണ്ടല്ലോ. അവന്മാർ പറഞ്ഞ് നിലയ്ക്ക് നിർത്തൂലേ? എൻ്റെ ലീഡർ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ നിന്നല്ല. അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ പ്രധാനപ്പെട്ട എൻ്റെ പേഴ്സണൽ ലൈവിലോ എൻ്റെ ഔട്ട് ഓഫ് ദ ലൈവിലോ ഞാൻ വന്ന് വല്ലതും പറഞ്ഞാൽ നിങ്ങളെ ഇത്ര പേരെ ഞാൻ റെസ്പെക്ട് ചെയ്തില്ല ഗ്യാങ്ങിനെ. ഞാൻ ഇതിൻ്റെ വെളിയിൽ ഞാൻ വല്ലതും പറഞ്ഞോ? ഇവന്മാർക്ക് വേണ്ടത് കോൺട്രവേഴ്സി ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ വായി കൊടുക്കാം പുണ്ടച്ചിമോൻ്റെ. പിന്നെ ഞാൻ എന്താ പറയണ്ട? ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്കല്ലേ സംസാരിച്ചത്? അവന് വേണ്ടത് അതാണ്. അവന്മാർക്ക് ഒരു പറയൂല്ല. മനസ്സിലായ? KV എന്ന് പറഞ്ഞ കുണ്ണാൾക്ക് ഒരു പറയൂല. അപ്പൊ അവന്മാർക്ക് ഇപ്പം MRCയുടെ മറ്റേ കൊതത്തി അടിക്കണോ? ഞാൻ ഇത് വേണ്ടെന്ന് പറഞ്ഞു മേക്ക നീ നിന്നെ ഈ ലൈവ് ഇന്നലത്തെ ലൈവ് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മേക്ക ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. നീ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞ? റാംബോ ഇത് നമുക്ക് വേണ്ട, ഈ കോൺട്രവേഴ്സി നമുക്ക് വേണ്ട, ഇത് നീ വിട്ടേരെ. എൻ്റെ ഭാഗത്ത് ഇന്നലെ തെറ്റുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട്. അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഇന്നലത്തോടുകൂടി ഇത് നിർത്തി ഞാൻ പോയതാ. എന്നിട്ട് ഉമാർ എൻ്റെ മറ്റേ പറി ഊമ്പാൻ വേണ്ടി വന്നാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ തന്തയ്ക്ക് വിളിച്ചാൽ എനിക്ക് ചോദിക്കണം. അത് ചീത്ത വിളിക്കാനാണോ അല്ലേ എന്നുള്ള കാര്യമല്ല. തന്തയ്ക്ക് വിളിച്ചാൽ ചോദിക്കും മോനെ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. എനിക്ക് നിങ്ങളടുത്ത് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവന്മാർക്ക് ദുബായിലാണ് നമ്പർ കിട്ടത്തില്ല. വാട്സപ്പിൽ കിട്ടൂലേ? ബോട്ടിമി കിട്ടൂലേ?
ഡിസ്കോഡിൽ സംസാരിക്കാൻ ആ വി സിയിൽ രാജുഭായ് എങ്കിൽ അവനെ ഒന്ന് വി സിയിലോട്ട് വിളിച്ചാൽ മതി. എനിക്ക് വേറെ ഇതൊന്നുമില്ല. എങ്കിൽ അവനെ ഒന്ന് വി സിയിലോട്ട് വിളിച്ചാൽ മതി. എനിക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് അവൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം. അവൻ എന്തർത്ഥത്തിലാണ് എനിക്ക് തന്ത ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതെന്ന് എനിക്കൊന്ന് ചോദിക്കണം. അല്ല എനിക്ക് വേറെ ഒന്നുമില്ല. അത് ചോദിക്കാതെ എനിക്ക് പറ്റൂല രാജുഭായ്. ഇല്ലെന്നുണ്ടെങ്കിൽ അവനല്ലേ ദുബായിലുള്ളൂ. ഞാൻ ഇതിൻ്റെ അങ്ങേയറ്റം എൻ്റെ കഴിഞ്ഞ ഒരു കാലത്തിലോട്ട് ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങ് പോവും. മൊത്തത്തിൽ ഞാൻ വിട്ടിട്ട്. ആ അത്രേ ഞാൻ പറയണോളൂ. ആ ഞാൻ ഒന്നും പറയില്ല, നീ സംസാരിക്കും. അതെ, ഒന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എനിക്ക് അവനെ ഒന്ന് വി സിയിൽ സെറ്റ് ചെയ്തതാ. ഇല്ലെന്നുണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ കിട്ടുന്ന ബോട്ടിൻ നമ്പറോ എന്താണെന്ന് വെച്ചാൽ വാട്ടവർ അതെനിക്ക് താ. ഞാൻ അതിലേ സംസാരിക്കുള്ളൂ. നാളേക്ക് ഒന്നും കാര്യമില്ല ഷേഖേ. നാളേക്ക് എന്ത് കാര്യം? അതെ, ഇതില് ഞാൻ ഒരു കാര്യം പറട്ടാ, ഇതില് പല ആൾക്കാരും KV എന്ന് വന്ന ആൾക്കാരുണ്ട്, KVL ആൾക്കാരുമായിട്ട് അറിയാന്നുള്ള ആൾക്കാർ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കാസ്ട്രോ വിളിക്കും. പിന്നെ എന്റെ അടുത്ത് ഷേഖ് ഒന്നും പറയല്ലേ. അല്ല, പിന്നെ എന്റെ അടുത്ത് ഷേഖ് നീ ഒന്നും പറയല്ലേ. ഇതിലെനിക്ക് ആളെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഗ്യാങ് ലീഡർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കാസ്ട്രോ വിളിക്കും. പിന്നെ നീ എന്റെ അടുത്ത് ഇതിൽ സംസാരിക്കാൻ പറയല്ലേ. ഞാൻ ഇത് നേരിട്ട് സംസാരിച്ച് തീർക്കും. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തന്തയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് അവിടെ കാസ്ട്രോ ആണോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയേണ്ട എനിക്ക് കാര്യമില്ല. അവന്റെ ഗ്യാങ് ലീഡർ ആരാ, സിറ്റിയിൽ അവന്റെ ഗ്യാങ് ലീഡർ ആരാ, ഇത് സിറ്റിയിൽ വെച്ച് അവൻ ചീത്ത വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് തീർത്താനെ. ഇത് ഇവരെല്ലാരും കൂടെ വി സിയിൽ ഇരുന്നിട്ട് ചീത്ത വിളിച്ചതാ. അപ്പൊ അതിൽ എന്ത് കാസ്ട്രോയ്ക്ക് എന്ത് വായില്ലേ, സംസാരിക്കാൻ വേണ്ടിട്ട് വായില്ലേ, കാസ്ട്രോയ്ക്ക് എന്ത് മിണ്ടാൻ വായില്ലേ. നമ്മൾ ഒരു സ്ഥലത്തിരുന്നിട്ട് ഞാനാണ് ഇത് ഇന്നലെ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഷേഖ് നീ എന്നെ എന്തൊക്കെ പറഞ്ഞാനെ. ഞാൻ ഇന്നലെ വി സിയിൽ ഇരുന്നിട്ട് ഒരു ചീത്ത വിളിച്ചിരുന്നെന്നുണ്ടെങ്കിൽ നീ ഇന്നലെ എന്നെ എന്തൊക്കെ പറഞ്ഞാനെ. അല്ല, നീ സ്വന്തമായിട്ടൊന്ന് പറ. നീ എന്താ മാക്ക് എന്നെ എന്തൊക്കെ പറഞ്ഞാനെ. അല്ല, അത് നമ്മളെ വീട്ടിലുണ്ട് തന്നെ, നമ്മളെ സോർട്ട് ചെയ്യലുണ്ട്. ഇന്നലെ നിങ്ങൾ ഇന്നലെ നമ്മള് ഗ്യാങ് ഹൗസ് ഒരു മിനിറ്റ് ഇന്നലെ നമ്മള് ഹിറ്റ്മാന്റെ ലൈവ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഈ ആലോചിക്കണത്, ഞാൻ ഇവിടെ ലൈവ് ഇട്ടിരുന്നു നിന്റെ RP ചെയ്യുമ്പോ ഞാൻ കേസ് വേറെ ഒന്നുമില്ല. അവർക്ക് പൊട്ടിയിരിക്കണെന്ന് വെച്ചാൽ മറ്റേ ക്വാർട്ടറിനെ ബിലാല് മറ്റേ എന്തോ യൂട്യൂബിന്റെ എന്തൊക്കെ പൈസ ഇട്ട് എന്തോ ചെയ്ത് തരാം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അറിഞ്ഞവന്മാര്. അതിന്റെ വേവിലാണ് അവന്മാര് ചെയ്തിരിക്കുന്നത്. അതിന്റെ വേവില് അതിനെ പറ്റി വേറെ സംസാരിക്കാറ്. അദ്ദേഹത്തിന്റെ ഓരോ അതിനെ പറ്റി അതിനോണ്ടാണ് ഇത് സംസാരിക്കേണ്ട ഇഷ്യൂ. പക്ഷെ ഇപ്പം റാംബോ സംസാരിക്കുന്നത് എന്തായാലും റാംബോന്റെ തന്തൊക്കെ വിളിച്ചതിന്റെ പേരിലാണല്ലോ. അതുകൊണ്ട് കോട്ടന്റെ കേസ് ഇപ്പൊ ഇതിൽ ട്രാക്ക് ചെയ്യണ്ട. കോട്ടന്റെ കേസ് നമുക്ക് വേറെ അത് ഒരു മെമ്പേഴ്സും അറിഞ്ഞിട്ടില്ല. മാക്കിന് ഓൾറെഡി അറിയുന്ന ഒരു കേസാണ്. അതുകൊണ്ട് മാക്ക് അറിയാതെ ഇന്ന് മാക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി വല്ലാതെ മാക്കിനെ അറിയില്ല. അത് ഞാനും ബിലാലും, അഥവാ ബിലാൽ ഇങ്ങോട്ട് വന്നൊരു പ്രൊപ്പോസൽ തന്നപ്പോൾ ഞാനും ബിലാലും മാത്രമായിട്ട് ഇൻവോൾവ് ചെയ്തൊരു സംഭവം. അത് ചെറിയൊരു ടൈം ഓഫ് ഫ്രാക്ഷൻ നടന്നത്. അത് ഇത്ര വലിയൊരു ഇതിക്ക് പോകുന്ന അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. അത് അത് മാക്കിനെ അറിയുന്ന കേസുമാണ്. അതുകൊണ്ട് മാക്കിനോട് അങ്ങനെ എടുത്ത് വിളിച്ച് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ആ ഒരു കേസിൽ റാംബോന്റെ സംഭവം പറഞ്ഞതില് റാംബോ പ്രതികരിച്ചാൽ മതി. കോട്ടന്റെ കേസ് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ ഇല്ല മാക്ക, ഞാൻ വേറെ ആരെ കേസ് സംസാരിക്കാനുള്ള. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം ചോദിക്കണോളൂ. എനിക്ക് ഇവന്റെ നമ്പർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്ക് ഇവന്റെ നമ്പർ ഒന്ന് കിട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് എനിക്ക് കാസ്ട്രോ വിളിക്കേണ്ടി വരും. പിന്നെ കാസ്ട്രോ വിളിച്ചിട്ട് എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ പേഴ്സണലി അറിയാമെന്നുള്ള ഷേക്കിനും മാക്കിനൊക്കെ എൻ്റെ സ്വഭാവം അറിയാം. പിന്നെ ഞാൻ ഇതിൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചു, അതുകൊണ്ട് അത് MRCക്ക് ഒരു ബാഡായി എന്നുള്ളൊരു സാധനം വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. ആരെങ്കിലും നിന്നെ തന്തയ്ക്ക് വിളിച്ചാല് അത് ഇനിയും ഏത് ഇതായാലും ചോദിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. അതിന് ആരായാലും, മനസ്സിലായോ? അതിനകത്ത് നീ ഇവിടെ മറ്റേ ഞാനോ ഷെയ്ഖോ അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ. നിന്റെ തന്തയ്ക്ക് വിളിച്ചാൽ നിനക്ക് ചോദിക്കണം, നീ ചോദിക്കണം. അപ്പൊ നീ പക്ഷെ ചോദിക്കേണ്ടത് അവനോടാണ്. അതിന്റെ പേരിൽ നമ്മളിപ്പോ കാസ്ട്രോ വിളിച്ചിട്ട് അത് ചൂടാവും നീ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു അൺനെസസറി ആണ്. ലൈക്ക് നിന്റെ വേസ്റ്റ് ഓഫ് ടൈം ആണത്, മനസ്സിലായോ? ഇപ്പൊ ചിലപ്പോൾ കാസ്ട്രോ വിളിച്ച് നീ പറഞ്ഞാൽ അത് വേറൊരു രീതിക്ക് അതങ്ങ് പോകും, മനസ്സിലായോ? അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. നിനക്ക് ചോദിക്കേണ്ടത് മൈക്കിയോടാണ്. അപ്പൊ മാക്സിമം മൈക്കിയോട് സംസാരിക്കാം. ബേബി കാസ്ട്രോട് സംസാരിച്ചോണ്ട് ഇതിനൊരു ഗുണം ഉണ്ടാവാൻ പോകുള്ള കാര്യമാണ്. കാസ്ട്രോ വിളിച്ച അവന്റെ നമ്പർ കിട്ടൂലേ? അവന്റെ നമ്പർ കിട്ടൂലേ? അല്ല, കാസ്ട്രോ വിളിച്ച ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കാസ്ട്രോ വിളിച്ച അവന്റെ നമ്പർ കിട്ടോ ഇല്ലേ? കാസ്ട്രോ വിളിച്ച അവന്റെ നമ്പർ കിട്ടോ ഇല്ലേ?
ഞാൻ ഇപ്പൊ MRC-യുടെ VC-യിൽ വന്നിരുന്നിട്ട് അല്ല, ഞാൻ ഈ കാസ്ട്രോ വിളിക്കണ്ട എന്നല്ല പറഞ്ഞത്. MRC-യുടെ VC-യിൽ വന്നിരുന്നിട്ട് മോനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ MRC-യുടെ VC വന്നിരുന്നിട്ട് MRC-യുടെ VC വന്നിരുന്നിട്ട് കാസ്ട്രോയെ ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ പേട ആർക്കാ? അല്ലല്ലല്ല, കാസ്ട്രോ വേണ്ട, ഷേക്ക് നീയും വേണ്ട, ഷമീറും വേണ്ട, ഷേക്കും വേണ്ട. നിങ്ങൾ മൂന്നുപേരും MRC-യുടെ VC-യിൽ ഇല്ല. ഞാൻ MRC-യുടെ VC വന്നിരുന്ന് ഞാൻ കാസ്ട്രോയെ ചീത്ത വിളിച്ചാൽ ഇതിന്റെ പേട ആർക്കാ? എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. എനിക്ക് മാത്രമാണോ? അല്ലല്ലോ. അപ്പൊ ഇതിന്റെ ആണല്ലോ ഒരു തിങ്ക് ചെയ്യൂല ഷേക്ക. ഇന്നലെ തന്നെ നമ്മൾ ഈ സിറ്റുവേഷൻ സംസാരിച്ച് തീർക്കാൻ പോയപ്പോഴത്തേക്ക് നിങ്ങൾ എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഈ സംസാരം എന്തോന്ന്, ഒന്നെങ്കിൽ ഷേക്കൻ്റെ അടുത്ത് ഇത് തീർക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്ത് തീർക്കണം, ഇല്ലെങ്കിൽ സോറി പറഞ്ഞ് തീർക്കണം. ഇങ്ങനെ തീർത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് വിടണം, ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ കാര്യങ്ങൾ ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതെ, ഞാൻ അവിടെ നിന്ന് ആ സമയത്ത് ഞാൻ ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് ഒരു സംസാരം എനിക്ക് ഇവരെ കുറിച്ച് സംസാരിക്കാൻ ഇല്ലെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾക്കൊരു ബാഡ് ഞാൻ വരുത്തിയില്ല. നിങ്ങൾക്കെതിരെ ആർക്ക് MRC-ക്കോ ഒരാൾക്കെതിരെ ഞാൻ ഒരു നെഗറ്റീവും വരുത്താതെ ഞാൻ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആണോ? എന്നിട്ട് ഞാൻ പിന്നെ അതിനുശേഷം ഇന്ന് ഇവിടെ വന്നിരുന്നിട്ട്, പക്ഷെ അതേസമയം കാസ്ട്രോയുടെ ലൈവിൽ പറഞ്ഞത് മൈക്ക് സോറി ചോദിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ. പക്ഷെ അവരെ ഗ്യാങ് ഹൗസിൽ അവർ പറഞ്ഞ എന്താ അറിയോ, മൈക്ക് സോറി ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് റാംബോയുടെ തെറ്റാണ്. അതിനുശേഷവും ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ല. ആ വീഡിയോ ഞാൻ ഇന്നലെ എൻ്റെ ലൈവിലിട്ട് കണ്ടതാണ്. ഞാൻ അതിനുശേഷം ഒന്നും പ്രതികരിച്ചില്ല. അതിനുശേഷം ഇന്ന് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ള കാരണം. അത് ഞാൻ ചോദിച്ചതല്ല. എൻ്റെ ഞാൻ ലൈവ് തുടങ്ങിയതിന് ശേഷം മൊത്തം വന്നിട്ട് KVA ഹിറ്റ്മാൻ ലൈവ് എന്നും പറഞ്ഞ് മൊത്തം വന്നതിന് ശേഷം ഞാൻ ഇപ്പൊ അവന്റെ സംസാരിച്ച് പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിട്ട് ആണല്ലോ, നമ്മള് സോൾവ് ആക്കാനാണ് പോയത് ആണോ അല്ലയോ? അതെ അതെ, അവർക്കത് ചെയ്യാൻ താല്പര്യം ഇല്ലല്ലോടാ. അവർക്കത് ചെയ്ത് തീർക്കാൻ താല്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അവര് വീണ്ടും ഇഷ്യൂ പിടിച്ച് ഇടേണ്ട എന്തിനാ? അല്ല, ഇന്നലെ അത്രയും പറഞ്ഞ അവിടെ അവസാനിപ്പിച്ച് പോകുന്നല്ലേ. പിന്നെ അവര് വീണ്ടും ഇന്ന് ഇത് ഇടേണ്ട കാര്യം എന്താ? അവര് പൂർത്തരവെന്ന് ഞാൻ പറയുള്ളൂ. ഒന്ന് വാട്സപ്പ് നോക്കി അനക്ക് പിന്നെ നമ്പർ ഒന്ന് ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ താടാ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കാസ്ട്രോനെ ഇടപെടുത്തുന്നുണ്ട്. മൈക്കിയുടെ നമ്പർ മൈക്കിയുടെ കോൺടാക്ട് സംസാരിച്ചിട്ടുണ്ട്. അതെ, എനിക്കെന്താ അല്ല ഡിസ്കോഡിൽ അയച്ചാൽ കുഴപ്പമില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ നമ്പർ എടുത്തിട്ട് ഞാൻ നമ്മളെ MRC-യിലോട്ട് ആയിക്കോട്ടെ. നീ എനിക്കൊന്ന് അയച്ചാ ഇതെന്താ അവൻ കോൾ എടുക്കൂല ചാറ്റ് മൊത്തം അവൻ കോൾ എടുക്കൂലെന്നുണ്ടെങ്കിൽ അവന് എനിക്കല്ല തന്തെ അന്വേഷിക്കേണ്ടത്, അവനാണ് തന്തെ അന്വേഷിക്കേണ്ടത്. ഒരു കാര്യം ആണുങ്ങളെ പോലെ പറഞ്ഞു തീർക്കാൻ വരുമ്പോഴത്തേക്ക് അവിടെ അവൻ കോൾ എടുക്കൂലെന്നുണ്ടെങ്കിൽ അത് അവനില്ലാത്തതിന്റെ കുഴപ്പമായിരിക്കും. മനസ്സിലായി? എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കും. ഇനി എന്റെ അടുത്തൊന്നും പറയല്ലേ കേട്ടോ. ലിമിറ്റില്ല രാജുവേ, ഞാൻ നിർത്തി. എനിക്ക് ഇതൊന്ന് ഇന്നലെ മുതൽ പറയണത് എനിക്ക് അയച്ചെങ്കിൽ അയച്ചെന്ന് പറയണേ. ഞാൻ സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്തിട്ടില്ല, ഞാൻ സ്ക്രീൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓഡിയൻസിന് കാണാൻ നോക്ക്. എന്റെ സ്ക്രീൻ ഹൈഡ് ആണോ നോക്ക്. ഇല്ല ഞാൻ എടുത്തിട്ടില്ല. എന്റെ സ്ക്രീൻ ഹൈഡ് ആണോ നോക്ക്. ഞാൻ നോക്കുന്നുണ്ട്. ഹൈഡല്ലേ ഞാൻ എടുത്തോട്ടെ. ഫാൽക്കൺ ഒരു മിനിറ്റ് ഡിലീറ്റ് ചെയ്തോ. ഇവൻ ദുബായിലല്ലേ? ദുബായിലെന്തോ അല്ലേ? ഇല്ല നമ്പർ ഡിലീറ്റ് ചെയ്തല്ല. അതല്ല, അത് സേവ് ചെയ്തിട്ട് കോൾ ചെയ്യട്ടാ.
ആ സ്ക്രീൻ ഇടണമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലല്ല ഞാൻ മാറ്റി ഞാൻ സ്ക്രീനിൽ കാണിക്കല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കല്ല ഞാൻ അല്ലാതെ കോൾ ചെയ്യാൻ പോകും. സ്ക്രീനിൽ കാണിക്കല്ല. ഒരു മിനിറ്റ്. റിംഗിങ് ഉണ്ട്, എടുക്കോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ പേരെന്താ? മൈക്കാ? മൈക്ക് കട്ട് ചെയ്ത് എസ് ഒന്ന് അച്ഛൻ്റെ എസ് തരാം. ഓ വോയിസ് എന്തോ വയ്ക്കുകയാണ് എന്തോ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോയിസ് അയച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. വിളിക്കണമെങ്കിൽ ഡിസ്കോഡ് വെച്ചു, ഇതിനകത്ത് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഡിസ്കോഡ് കോളുവാ, ഡിസ്കോഡ് വേണേ സെർവർ എത്താതെ അയക്കും, അതിന്റെ അത്രയാക്കിയാ. ഓക്കെ മുത്തേ എടാ സെർവർ അയച്ചേ. സെർവർ നീ എനിക്ക് എൻ്റെ MRC റാംബോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത് നീ അതിലോട്ട് അയക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ അല്ലാതെ എങ്ങനെ അയക്കണമെന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ MRC റാംബോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നിനക്ക് അയച്ചു തരാം. ഇപ്പം അയച്ചു തരാം. നീ അതിലോട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുക. എന്നിട്ട് ഞാൻ DC എന്നെ വിളിക്കാം. ഓ റെഡിയാ. ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വായിലിട്ട് വൈറലാവണം. ഇപ്പം തരാം. വൈറലാക്കി തരാം. ഒരു മിനിറ്റ്. ഒന്ന് അയച്ചു കൊടുത്തോട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ ചെക്കന് ഇനി വിഷമമായാലും ഞാൻ അയച്ചു കൊടുക്കാം. നാട്ടുകാരെ ഇപ്പൊ ഡിസ്കോഡ് അയക്കാം. പെർമനന്റ് ലിങ്കാ. ഒരു മിനിറ്റ് 10 മണികളെ ആരും ബഹളം ഉണ്ടാക്കല്. ഒരു മിനിറ്റ് അയച്ചു കൊടുത്തോട്ടെ. ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അവര് ഹായ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെസ്സേജ്. ഇത് റയാൻ ഗെയിമിംഗ് അതാണോ? അവൻ റയാനാണോ? അല്ലല്ലോ. മിസ്റ്റിക് കോപ്പി ആണോ? അല്ല. ഓക്കെ വെയിറ്റ് വന്നിട്ടില്ല. മെസ്സേജ് ഇങ്ങോട്ട് അയക്കാന്ന് പറഞ്ഞ് മെസ്സേജ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ല അവ ഇങ്ങോട്ട് മെസ്സേജ് അയക്കാന്ന് ഫസ്റ്റ് തെറി വിളിക്കേണ്ട സംഭവം പറ കേട്ടോ. ഞാൻ അവനെ ഇങ്ങോട്ട് വലിച്ചിരണോ അതെ ഞാൻ അവന്റെ അടുത്ത് സംസാരിച്ചാൽ മതിയോ? ഇട്ടാ മതിയോ? എന്റെ VC അവൻ വന്നിട്ടുണ്ടോ നോക്കട്ടെ. എന്റെ VC ആരും വന്നിട്ടില്ല. ഡയറക്റ്റ് മെസ്സേജസ് റിക്വസ്റ്റ് നോക്ക്. ഇതിലെങ്ങനെ കോൾ ചെയ്യാൻ പറ്റുമോ? അതെന്താ പേടിയാണോ മച്ചു? ആ സ്ക്രീന് മാറ്റാം. ഇവന് സംഭവം അപ്പൊ അത്രയും ധൈര്യമില്ല. ഇവന്താ നമ്മളെ അയച്ചില്ലല്ലോ. നമ്മളെ MRCയുടെ VC ഞാൻ അയച്ചു കൊടുത്തില്ലല്ലോ. ഇവനെന്താ അത്രയ്ക്ക് ധൈര്യമില്ല? ഇനി ഇതിലോട്ട് വേണമെങ്കിൽ ഇവർ രണ്ടുപേരെ സപ്പോർട്ടിന് വേണമെങ്കിൽ കയറ്റാൻ പറ.
റാംബോന്റെ ഡിസ്കോഡ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യും. ഞാൻ അയച്ചു കൊടുത്തു. ഡിസ്കൗണ്ട് വരും നേരിട്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഡി സി കോൾ ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടുപേരും ഡി സി കയറിയിരുന്ന എന്താ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കയറി വരും, അതിന് സപ്പോർട്ടായിട്ട് സംസാരിക്കും. അത് കൊടുത്തേ ഒരു മിനിറ്റ്. അവനക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എടാ മുത്തേ, നീ ഇങ്ങനെ ഡി സിയുടെ ഇതൊന്നും അയക്കുക. ഡി സിയുടെ അയക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ MRCയുടെ ഫേമിൻ്റെ നമ്മളെ ഇത് വേണമെങ്കിൽ അയച്ചു തരാം. നീ KVA ഫേമിൻ്റെ എന്താ ആരെങ്കിലും നിനക്ക് കൂട്ടുവേണമെന്നുണ്ടോ സംസാരിക്കാൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അല്ല നിനക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പറ. മച്ചു നിന്റെ VC ഉണ്ടെന്ന്. ഓക്കെ. അവൻ എൻ്റെ VC ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ഇതാക്കണേ, ഞാൻ ഒന്ന് സംസാരിക്കണേ. എൻ്റെ VC ഉണ്ട്. മൈക്ക് ഇതാരാ ആരോ കൊണ്ടുവന്നേക്കണല്ലോ, റോക്സ് റഗസി എന്ന് പറഞ്ഞിട്ട്. വേറൊരു VC-യിലേക്ക് ഡ്രാഗ് ചെയ്യും. അതിലേക്ക് വലിച്ചിട്ടോ വേറെ VC-യിലേക്ക് പ്രൈവറ്റ് VC-യിൽ ഹലോ മോനെ, കേട്ടൂടെ? കേക്കാമോ? എന്താ മോനെ പ്രശ്നം? എന്ത് എന്റെ എന്താ പ്രശ്നം? നീ എനിക്കെന്തോ തന്ത ഉണ്ടാക്കി തരാൻ നടക്കണമെന്ന് കേട്ടല്ല. ഇങ്ങോട്ടേക്ക് എന്തൊക്കെ വിളിച്ചാൽ തന്തേനെ ഉണ്ടാക്കി തരും. ഇന്നലെ നമ്മൾ ഇത് കോംപ്രമൈസ് ചെയ്ത് പോയതല്ലേ? അല്ല, തന്തക്കുളി ആരോട് കോംപ്രമൈസ് ഒന്നും ചെയ്തില്ലല്ലോ ബ്രോ. തന്തക്കുളി ഞാൻ പറഞ്ഞില്ലേ? അതെന്താ ഇന്നിങ്ങനെ കോംപ്രമൈസ് ചെയ്യണേ ബ്രോ? അത് പറഞ്ഞിട്ട് അത് കോംപ്രമൈസ് ആവും. ഒരാൾ തന്തക്ക് വിളിച്ചിട്ട് ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, VC-യിൽ നിന്ന് വരും വരെ വെയിറ്റ് ചെയ്തോ? തന്തയ്ക്ക് വിളി കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി VC-യിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് പറയാൻ മോന് എന്താ ഇതായിരുന്നോ? ഡയറക്റ്റ് വിളിച്ചു പറയാൻ വേണ്ടി എനിക്ക് നിന്റെ കോൺടാക്ട്സ് ഒന്നും ഇല്ല. അയ്യോ മോനെ, എന്റെ കോൺടാക്ട് മൈക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വരും ചിലപ്പോ. മൈക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മൈക്കും അതിന്റെ എക്സ്റ്റൻഷൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ എന്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അതെ, അതിൽ ആദ്യത്തെ പട്ടി ചിലപ്പോ നിന്റെ അച്ഛനായിരിക്കും. അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോ പോലും വാടകയ്ക്ക് KVA എന്നൊരു അച്ഛനെ എടുത്തുകൊണ്ട് പറഞ്ഞ സ്വഭാവമൊന്നും എനിക്കില്ല. ഞാൻ സംസാരിക്കാൻ വന്നപ്പോ ഒറ്റയ്ക്ക് വന്ന, പക്ഷെ നീ സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് വാടകയ്ക്ക് ഒരു അച്ഛനെ എടുത്തോണ്ട് വരേണ്ട സാഹചര്യം എനിക്കില്ല. എന്താ KVA അച്ഛനെ എടുത്തോണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. റാംബോർത്ത് സംസാരിക്കാൻ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാനിവിടെ ഒറ്റക്ക് നിന്റെ വീശിയിലാണോ ഉള്ളേ? എന്റെ വീശി കയറാൻ എനിക്ക് പേടിയില്ലേ? അവിടെ എനിക്ക് പേടിയില്ലേ? ഞാൻ നിന്റെ വീശിയിലാ ഉള്ളത്. ഞാൻ നിന്റെ വീശി ആയിട്ട് പറയുന്നത്. നീ അതാലോചിച്ചാൽ മതി. നീ ഇവിടെ ഇരുന്ന് കൂടുതൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ടേക്ക് തന്തക്ക് വിളിച്ചാൽ തന്തക്ക് തന്നെ വിളിക്കും, അത്രേ ഉള്ളൂ. പ്രൊമോഷൻ ചെയ്യാനോ? അച്ഛനെ ഉണ്ടാക്കാൻ നീ ഒരു കമ്പനി തുടങ്ങിയിട്ട് നീ നിനക്ക് തന്നെ ഒരു 10 അച്ഛനെയാണ് ഉണ്ടാക്കി വെക്ക്. അതാകുമ്പോ ഓരോന്നിന്റെ കാറ്റ് തിരിയുമ്പോ അടുത്തതായിട്ട് ഉപയോഗിക്കാലോ. മനസ്സിലായില്ലേ? ഓരോ തന്തേന്റെ കാറ്റ് തിരുമ്പോ നിനക്ക് ഓരോന്നോരോന്നായി ഉപയോഗിക്കാലോ. പുതിയ തന്തേനെ നിനക്ക് പുതിയ തന്തേനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാലോ. നീ അങ്ങ് ഉണ്ടാക്കടാ. നീ ഒരു കമ്പനി തുടങ്ങാൻ ഉണ്ടാക്കടാ. നീ ഓരോരോ തന്തേനെ ഉണ്ടാക്കടാ. നീ ഉണ്ടാക്കിക്കൊണ്ടിരി. നീ 10 തന്തേനെ ഉണ്ടാക്ക്. 10ന്റെ കാറ്റ് പോയാൽ 20 ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഒരു 40 തന്തേനെ ഉണ്ടാക്കി. പിന്നെ ഒരു 100 തന്തേനെ ഉണ്ടാക്കി വെക്ക്. എന്നിട്ട് ഈ ലോകത്തിലുള്ള 100 തന്തയുള്ള ഗിന്നസ് റെക്കോർഡ് നിന്റെ പേരിലാന്ന് പറ. ഒരു പട്ടിന്റെ പേരിലുള്ള റാംബോന്റെ പേരിലാണ് 100 തന്താന്ന് പറ. എന്ത് പറയുന്നത്? സെറ്റായില്ലേ? വൈബായില്ലേ? 100 തന്തയില്ലേ? പിന്നെന്ത് വേണം? 100 തന്തയില്ലേ? 100 തന്ത കിട്ടിയില്ലേ? പിന്നെന്ത് വേണം നിനക്ക്? വൈബായില്ലേ? എടാ നീ ഒച്ചത്ത് പറയുന്നൊന്നും കേൾക്കുന്നില്ലടാ. നീ സപ്രഷൻ ഓഫാക്കി പറയടാ. തന്തേ വാടകയ്ക്ക് കൊടുക്കുന്ന നിനക്കാണ് ഞാൻ ആദ്യത്തെ 10 തന്തേനെ തന്നത്. തന്തേ വാടകയ്ക്ക് കൊടുക്കുമ്പോ നിനക്കാണ് 10 എണ്ണത്തിന് ആദ്യം തന്നെ തന്നത്.
ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ഇല്ലാത്തോണ്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത്. എനിക്ക് ഇല്ലാത്തോണ്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞേ. എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ. നിന്നെ പോലെ 10 നൂറൊന്നുമില്ല. എനിക്ക് തന്ത ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തന്ന അത്രേ ഉള്ളൂ. എന്നും തന്ത വേണോ? എന്നും തന്ത വേണോ? ബ്രോ ഓർഡർ ഇടണേ. കുറച്ച് ടൈറ്റ് ആണ് ഇപ്പൊ. MRCയിൽ ഓരോരോ ആൾക്കാർക്ക് തന്ത ഉണ്ടാക്കുന്നത്. വീട്ടിൽ പോയിട്ട് ചോദിക്കോ. സോറി ബ്രോ, ഓർഡർ ചെയ്യണേ ബ്രോ. തന്തേനെ ഞാൻ ഡെലിവറി ചെയ്യാം ബ്രോ. തന്തേ ഇന്നത്തെ അച്ഛന്റെ പേരെന്താ ഓരോ ദിവസം വീട്ടിൽ നിനക്ക് മാത്രം 100 തന്തേനെ ഉണ്ടാക്കി എനിക്ക് മടുത്തടാ. നീ നിന്റെ തന്തേനെ എന്താ ചെയ്യുന്നത്? നീ നിന്റെ തന്തേനെ പ്ലക്കി വിടുവാണോ? നീ നിന്റെ തന്തേനെ പ്ലക്കി വിടുവാണോ? നീ എന്താ ചെയ്യണേ? പ്രശ്നമാണ്. ഞാൻ വേറെ പുറത്തുനിന്ന് ആരെങ്കിലും തന്ത ഉണ്ടാക്കി ഇറക്കണോ? ഇവിടെ വരാപ്പുഴയെന്ന് ആരെങ്കിലും കണ്ടെത്തണോ മോനെ? ഇവിടെ വരാപ്പുഴയെന്ന് ആരെങ്കിലും കണ്ടെത്തണോ? മോ ഇവിടെ ദുബായിലാ? എവിടെയാ മോ? ഇവിടെ ദുബായിലാ? മോൻ ദുബായിലാ? റേഞ്ചിലടുത്ത് നിക്കോ. മോന്ന് റേഞ്ചിലടുത്ത് നിക്കോ. റേഞ്ചിലടുത്ത് നിക്കോ. മോന്ന് റേഞ്ചിലടുത്ത് നിക്കോ. മോന്ന് റേഞ്ചിലടുത്ത് നിക്കോ. അച്ഛന്റെ പേര് തെരുവട്ടിന്നാ. അച്ഛന്റെ പേര് തെരുവട്ടിന്നാ. അച്ഛന്റെ പേര് തെരുവട്ടിന്നാ. അച്ഛൻ എങ്ങനെ കുറയ്ക്കോ? രാവിലെ എണീറ്റ് കുറയ്ക്കോ? മോന്റെ മുഖത്ത് നോക്കി മൈക്കി 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 ഇങ്ങനെ കുറയ്ക്കോ? അച്ഛൻ എങ്ങനെ ഇങ്ങനെ കുറയ്ക്കോ? അച്ഛന്റെ പേര് ഇങ്ങനെ കുറയ്ക്കോ? അച്ഛൻ രാവിലെ എണീറ്റ് മൈക്കി മൈക്കി എന്ന് കുറയ്ക്കോ? കുറയ്ക്കോ മോനെ? എന്റെ പൊന്നുമോന്റെ അച്ഛൻ ഇങ്ങനെ കുറയ്ക്കോ? അങ്ങനെയാണ് മോൻ വന്നത്. എന്റെ പൊന്നുമോന്റെ അച്ഛൻ ഇങ്ങനെ കുറയ്ക്കോ? മോനെ റേഞ്ച് ഇല്ല. റേഞ്ച് ഉള്ളിടത്തൊന്ന് നിൽക്കോ. 1000 തന്തേന്റെ ലിസ്റ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. റേഞ്ച് ഉള്ളിടത്തൊന്ന് നിൽക്കോ. എന്റെ പുന്നാരമോനെ നിൽക്കോ. എന്റെ പുന്നാരമോനെ ആള് മാറിപ്പോയി. ഇത് KV അല്ല മോനെ. ഇത് KV അല്ല. എന്റെ പുന്നാരമോനെ ആള് മാറിപ്പോയി. 10 തന്ത ഉണ്ടായിട്ട് 10 തന്ത അപ്പാപ്പാന്ന് വിളിക്കണ മോനെ. ഇത് റാംബോ മനസ്സിലായ? 10 തന്ത ഉണ്ടായിട്ട് 10 തന്ത എടുത്ത് അപ്പാപ്പാന്ന് വിളിക്കണ കല്യാണം മോനെ. തെരുവാട്ടി എടുത്ത് അപ്പാപ്പാന്ന് വിളിച്ച് എങ്ങനെ ദുബായി പോയിരുന്നിട്ട് എങ്ങനെയാ മോനെ മുമ്പണത്? മോനെ ടിക്കറ്റ് എടുത്തേ. മോ നാട്ടിലോട്ട് മോനെ ടിക്കറ്റ് എടുത്തേ. മോ നാട്ടിലോട്ട് പറഞ്ഞാ നിന്റെ പൈസ ടിക്കറ്റ് എടുക്കാനുള്ളതൊന്നുമില്ലടാ. നീ വേണേ MRCയിലെ കുറച്ച് തീട്ടങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുക. പൈസ കൊടുത്തൊരു ഏടാ പുന്നാരെ. ഷേഖിന്റെ അണ്ടി ദുബായിൽ ഷേഖിന്റെ അണ്ടി വായിലിട്ട് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കോ പുന്നാരെ. ഏടാ പുന്നാരെ. ഏടാ പുന്നാരെ. ഷേഖിന്റെ അണ്ടി വായിലിട്ട് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കോ. ആണെന്ന് പറഞ്ഞ് കളിയണ പുണ്ണെ. ആണെന്ന് പറഞ്ഞ് കളിയണ കുണ്ണെ. ഇത് റാംബോയുടെ മൈരെ. നിനക്ക് എന്നിട്ട് പോലെ മാർക്കറ്റിൽ നിന്ന് തെരുവോട്ടികളെ നോക്കി അപ്പ അപ്പാന്ന് വിളിക്കുന്ന കണക്കല്ല. മനസ്സിലായടാ കുണ്ണെ. നീ പട്ടിയെ അപ്പനെ നോക്കി കുറയ്ക്കും. നീ പട്ടിയെ അപ്പനെ നോക്കി കറിക്കും. റാംബോ കുറയ്ക്കുള്ള പുണ്ടെ. പുണ്ടെ. റാംബോ അറിയോ? ഫുഡ് നീ ഒരു കാര്യം ചെയ്യ്. നീയല്ല ഐഡിയാണ്. മനസ്സിലായ? ഞാൻ നിന്നെ ചെറു വിളിക്കാൻ നിൽക്കുന്നില്ല. ഐഡിയാണ്. ഞാൻ പറയുന്നില്ല. നീ ഒരു വാണമാണ്. എങ്ങനെ നീ ലിറ്ററലി ഐഡി വാണമാണ് നീ. മനസ്സിലായ? ഒരു 100 തന്തയുള്ള വാണമാണ് നീ. നിന്റെ തന്ത ഏതാണെന്ന് എനിക്ക് പോലും അറിയില്ല. നീ പട്ടി വണ്ടി ഉണ്ടായതാണെന്നൊക്കെയാ നീ പറയുന്നത്. നീ അതിന്റെ സ്വഭാവം കാണിക്കുന്നത് എന്താ മോനെ? ഷേഖിന്റെ അണ്ടി പോരെ. ഷേഖിന്റെ അണ്ടി പോരെ. റാംബോന്റെ അണ്ടി വേണോ? എങ്കിൽ സ്വന്തം ഗ്യാങ്ങുള്ളവരെ വാണെന്ന് വിളിക്കലടാ. സ്വന്തം ഗ്യാങ്ങുള്ളവരെ വാണെന്ന് വിളിക്കലടാ. സ്വന്തം ഗ്യാങ്ങുള്ളവരെ വാണെന്ന് വിളിക്കലടാ. വാണമേ ഐഡി ചെക്ക. സ്വന്തം ഗ്യാങ്ങുള്ളവരെ വാണെന്ന് വിളിക്കുന്നത് തീട്ടപ്പറ്റി. കേവിയുടെ കാലിന്റെ കയറി സംസാരിക്കേണ്ടത്. റാംബോ എടുത്ത് വരാൻ നിനക്ക് ധൈര്യം. നീ ദുബായി പോയിരുന്നിട്ട് നീ ദുബായി പോയിരുന്നിട്ട് സംസാരിക്കണ സംസാരിക്കണ കണ്ടാ കുണ്ണെ. മനസ്സിലായി? ദുബായിൽ നിനക്ക് ആള് മാറിപ്പോയേ. ഇത് മറ്റേ കാലിന്റെ ഇടയിൽ കയറി അടി കൊണ്ട് തൂർന്ന KV അല്ല മോനെ. മനസ്സിലായ?
വേണോ മോനെ, കുടിക്കാൻ വേണോ മോനെ, എന്റെ പൊന്നാര മോന് കുടിക്കാൻ എന്തെങ്കിലും വേണോ മോനെ, വേണോ മോനെ, പറ മോനെ. അയ്യയ്യേ അമ്മപ്പണി അപരാധി പെഡിഗ്രി വേണോടാ പുണ്ടച്ചി നിനക്ക് തണ്ടില്ലാത്തവനെ പെഡിഗ്രി വേണോ എനിക്ക് പെഡിഗ്രി വേണം പൂറിമോനെ നിനക്ക് പെഡിഗ്രി തണ്ടില്ലാത്തവനെ പൂറിമോനെ അപരാധി പെഡിഗ്രി വേണോടാ അമ്മപ്പണി എനിക്ക് തണ്ടില്ലാത്തവനെ പെഡിഗ്രി വേണം നിനക്ക് അപരാധി തണ്ടില്ലാത്ത പൂറിമോനെ നിന്റെ ഓമ്പത്തിന് എനിക്ക് ആവശ്യമില്ലടാ തള്ളയോളി. ആള് മാറിപ്പോടെ തേളി, നീ ആളും തരം അറിഞ്ഞു കളിയടാ മൈരെ. നിന്റെ കുറെ കുണ്ണാൾ അവിടെ ഉണ്ടല്ലോടാ മൈരെ, കുറെ ചീത്ത വിളിക്കാൻ വീസിയിൽ കുറെ കുണ്ണാൾ ഉണ്ടല്ലോ. നീ വന്നപ്പോ വീസിയിൽ ഒരുത്തനെയും വിളിച്ചോണ്ട് വന്നല്ലോടാ പുണ്ടച്ചി മോനെ. എന്റെ അവൻ മുമ്പിപ്പോയാ എന്റെ വീസിയിൽ കയറി, എന്റെ വീസിൽ KVL 1 2 3 4 5 6 എണ്ണം എന്റെ വീസിൽ KVL 6 കുണ്ണാള് കയറി. എന്റെ വീസിൽ KVL ഒറ്റയ്ക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് 7 പേര് കയറിയിട്ടുണ്ട്. എന്റെ വീസിൽ സപ്പോർട്ടിന് വേണ്ടി 7 പേര് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് ഓരോ എത്ര 7 അച്ഛന്മാര് വന്നല്ല, 7 അച്ഛന്മാര് വന്നല്ലോ, പെട്ടെന്ന് 7 അച്ഛന്മാര് വന്നല്ലോ. ഒരുമിച്ച് മെസ്സേജ് അയച്ചാ, ഒരുമിച്ച് മെസ്സേജ് അയച്ചാ മോനെ, 7 അച്ഛന്മാർക്ക് ഒരുമിച്ച് മെസ്സേജ് അയച്ചാ. പെട്ടെന്ന് പറ മോനെ, 7 അച്ഛന്മാർ ഒറ്റയടിക്ക് 7 പേര് വീസി കയറി. എന്റെ വീസിൽ ഒറ്റയടിക്ക് 7 പേര് കയറി. 7 അച്ഛന്മാർക്ക് മെസ്സേജ് അയച്ചോ മോ, 7 അച്ഛന്മാർക്ക് മെസ്സേജ് അയച്ചോ. എങ്ങനെ ഒറ്റയടിക്കാൻ മെസ്സേജ് അയച്ചാ? എന്താ ഒറ്റയടിക്കാൻ മെസ്സേജ് അയച്ചാ? ഒറ്റയടിക്കാൻ മെസ്സേജ് അയച്ചാ? അല്ല പറയണ പുണ്ടച്ചി പോലെ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഇനിയെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നീ ചോദിക്കുന്നതിന് ഉത്തരം പറ. എന്തിനാ നീ വീണ്ടും വിട്ട് കളിക്കണം? ചോദിക്കുന്നതിന് ഉത്തരം പറ. എങ്ങനെ ഒറ്റയടിക്ക് 7 അച്ഛന്മാരെ കയറ്റിയാ വീസിയില്? വാടകയ്ക്ക് 7 അച്ഛന്മാരുണ്ട്. 7 അച്ഛന്മാരെ വാടകയ്ക്കുള്ളൂ. ഞാൻ പ്രൊമോട്ട് ചെയ്യണോ? 7 അച്ഛന്മാരെ ഞാൻ പ്രൊമോട്ട് ചെയ്യണോ? അല്ല ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഞാൻ ചോദിക്കുന്നതിന് നീ വാസ്കോജി ആരാ? കാസ്ട്രോയാ ആണോ? വാസ്കോജി കാസ്ട്രോ ആണോ? നിനക്ക് വായിക്കാൻ അറിയില്ല? വാസ്കോജി വാസ്കോ എന്റെ പേര് റാംബോ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിളിക്കണോ പൊന്നെ ചക്കര മുത്തേ വിളിക്കണോ? ഞാൻ വിളിക്കണോ? വിളിച്ചിട്ട് വരട്ടെ. ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. ഒരു മിനിറ്റ് വാസ്കോ കാസ്ട്രോ ആണോ? ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. അവിടെ വന്ന് വെയിറ്റിംഗിൽ നിൽക്കട്ടെ. നമുക്ക് അച്ഛൻ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. മോയ് വിളിക്കണേ. അച്ഛൻ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. പൊന്നാരി എന്റെ ചക്കര തങ്കക്കുറമേ ചേട്ടൻ ഒന്ന് പോയി കാസ്ട്രോ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ കേട്ടോ. 1 മിനിറ്റ്. ഇത് വാസ്കോ ആണെന്ന് തോന്നുന്നു. 1 മിനിറ്റ്. ഇതുമല്ല. അയ്യോ വാസ്കോ പോയോ? ആ അതുണ്ട്. ഹലോ ബ്രോ, ഈ വാസ്കോജി എന്ന് പറഞ്ഞ കാസ്ട്രോ ആണോ? ഹലോ മാക്ക് വിളിക്കണം. 1 മിനിറ്റ് മുത്തേ. മാക്കേ ആ അല്ല കാസ്ട്രോ വാസ്കോജി എന്ന് പറഞ്ഞ കാസ്ട്രോയാ ആണോ? ആണോ? എനിക്ക് കേട്ടൂടാ. അല്ല ഞാൻ വിചാരിച്ചത് കാസ്ട്രോ ആയിരിക്കും. എന്ന് വിചാരിച്ചു. അല്ലേ? അല്ല ചാറ്റ് മൊത്തം നോയ. ആ പറ. നീ കാസ്ട്രോനകത്ത് ഡ്രാഗ് ചെയ്യണ്ട. അവന് കാസ്ട്രോ അന്നേരം ഈ സംഭവം നടന്നപ്പം ആ വീസിക്കകത്തില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഇതും കാസ്ട്രോ ആയിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ നമ്മുടെ MRC ഓഡിയൻസിന്റെ അടക്കം. 1 മിനിറ്റ്.
KVL കുറെ കുണ്ണാൾ ഇവിടെ വന്ന് കരയണുണ്ടല്ലോടാ. KVL കുറെ കുണ്ണാൾ ഇവിടെ വന്ന് കരയണുണ്ടല്ലോ, കരച്ചിലൊക്കെ ഇടുന്നുണ്ടല്ലോ. എന്ത് പറ്റി മോനെ, എന്ത് പറ്റി? മൈക്കിയെ പറഞ്ഞപ്പോ മോന് വിഷമം വന്നാ? അദ്വൈതം എന്നൊക്കെ പറഞ്ഞ് KVL കുറെ കുണ്ണാൾ ഇവിടെ വന്ന് കരയണിട്ടല്ലോ മോനെ. ഡാ റാംബോയ്ക്ക് ഇതിലൊന്നും ഒരു കരച്ചിലും ഒരു കുണ്ണയില്ല, മനസ്സിലായോ? അതാണ്ട റിവോൾവ്, CLT, ബെനിറ്റോ, അഭിഷേക്, ഏതോ 4 പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് KVയുടെ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, മനസ്സിലായ? കുറേ പേര് KVയുടെ ഒരു 4-5 എണ്ണം കറക്റ്റായിട്ട് ഒരേ പേരിൽ പറന്ന് വന്ന് ചാറ്റ് ചെയ്യണുണ്ടല്ലോ. KVയെ കുണ്ടച്ചി മക്കളെ ആളറിഞ്ഞ് കളിക്ക്. എടാ മുത്തേ, ഞാൻ ഒരു കാര്യം പറയട്ടാ. മേക്ക ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വിളിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. അത് അവൻ എൻ്റെ VCന്ന് പോയി. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയണുള്ളൂ, മനസ്സിലായല്ല? ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം, ഞാൻ ഈ ഇതിലുള്ളിടത്തോളം കാലം എൻ്റെ തന്തയെ വിളിക്കണതും എൻ്റെ കൂടെ ഉള്ളവന്മാരെ തന്തയെ വിളിക്കണതും ഞാൻ ഒരിക്കലും ക്ഷമിച്ചുകൊണ്ടിരിക്കൂല, മനസ്സിലായല്ലോ? ഞാൻ ഒരിക്കലും ക്ഷമിച്ചുകൊണ്ടിരിക്കില്ല. അതിനുള്ള ഇതൊന്നും ഇവിടെ ഒരു കുണ്ണയ്ക്കുമില്ല, മനസ്സിലായ? ഏതകത്തുള്ള OG ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് അണ്ടി സംഭവിച്ചാലും ശരി തന്നെ, ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് അണ്ടി സംഭവിച്ചാലും ശരി തന്നെ, ഞാൻ ഒരു പറയും കേട്ടോണ്ട് ഇവിടെ ഇരിക്കൂല, മനസ്സിലായ? എടാ എൻ്റെ ലൈവിൽ എൻ്റെ വാച്ചിങ്ങിലുള്ള ആൾക്കാർ വന്ന് എൻ്റെ കാര്യം MRCയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. KVയെ പച്ച പൂറികളെന്താ മുത്തേടാ ചീത്ത വിളിക്കില്ല. KV ഞാൻ ഇപ്പോഴും പറയാമല്ല, എനിക്ക് KV ആയിട്ട് ഒരു ഹേറ്റും ഇല്ല. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം, എനിക്ക് KV ആയിട്ട് ഒരു ഹേറ്റും ഇല്ല. എനിക്ക് ഹേറ്റ് ഉള്ളത് മൊത്തം എനിക്ക് ഈ പുണ്ടെടുത്ത ഹേറ്റ്. അവൻ എന്നെ തന്തയെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ ഇത് ഇന്നലെ വിട്ട കേസാണ്. എന്താ KVയെ തീട്ടം നല്ല പച്ച തീട്ടം മണക്കണമല്ല, ചാറ്റ് മൊത്തം നല്ല പച്ച തീട്ടം മണക്കണമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, KV ആയിട്ട് എനിക്കൊരു ഹേറ്റും ഇല്ല, കേസ്ട്രോ ആയിട്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ്, എനിക്ക് KV ആയിട്ടോ കേസ്ട്രോ ആയിട്ടോ എനിക്ക് ഒരു ഹേറ്റുമില്ല. എനിക്ക് ആകെ എൻ്റെ തന്തയ്ക്ക് വിളിച്ചത് എൻ്റെ ചാറ്റ് ഇവിടെ വന്ന്, എൻ്റെ ചാറ്റ് ഇവിടെ വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് സംസാരിക്കാൻ തുടങ്ങിയത്, മനസ്സിലായി? എൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അവ അപരാധിച്ച് നടക്കണ കണക്കല്ല ഞാൻ അപരാധിച്ച് നടക്കണത്, അവ ഊമ്പിത്തെറ്റി നടക്കണ കണക്കല്ല ഞാൻ ഊമ്പിത്തെറ്റി നടക്കണത്, മനസ്സിലായ? എൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്, മനസ്സിലായ? എൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. പറ അടാ ജാസി, അന്റെ ഒരു ഐഫോണിന്റെ കേബിളിങ് എടുത്തോണ്ടോ? ഐഫോണിന്റെ കേബിള് പാവ അവൻ വന്ന് പറയായി മൈക്ക് കൊണ്ടായി. എടാ വിട് എൻ്റെ തന്തയ്ക്ക് വിളിച്ച് എനിക്ക് തിരിച്ച് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഹെഡ്സെറ്റ് വെച്ചില്ല, വോളിയം അപ്പ് റാംബോ എന്ന് പറയുന്നവരടുത്ത് ഇതല്ല അസ്ബഗിനെന്ന് വെച്ചിട്ടോ. എൻ്റെ തന്തയ്ക്ക് വിളിച്ച് ഞാൻ തിരിച്ചു പറഞ്ഞു, മനസ്സിലായി? വോളിയം അപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വെക്കണതേ ആപ്പ സാധനത്തിലല്ല, എനിക്ക് സ്ട്രീമിംഗ് സെറ്റപ്പ് ഉണ്ടാക്കി തന്ന ഒരുത്തമുണ്ട്. അപ്പോൾ എനിക്ക് വാങ്ങിച്ചു തന്നേക്കണതേ ഇവിടെ ലക്ഷങ്ങളുടെ എനിക്ക് സ്ട്രീമിങ്ങിന് ഉണ്ടാക്കി തന്നേക്കണം, മനസ്സിലായി? ഇതിലെൻ്റെ കാത് പൊട്ടണം, എൻ്റെ കാത്, മനസ്സിലായി? അതുകൊണ്ട് മാത്രമാണ് ഞാൻ സൗണ്ട് കുറച്ച്. എനിക്കിവിടെ എനിക്ക് തിരിച്ച് എനിക്ക് കേൾക്കാൻ കറക്റ്റായിട്ട് എന്താ പറയണതെന്ന് എനിക്ക് കേൾക്കാൻ പോലും പറ്റില്ല, മനസ്സിലായി? അതുകൊണ്ട് മാത്രം, അല്ലാതെ വേറെ ഒരു പറയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അയ്യേ റാംബോ അവൻ അമ്മയ്ക്ക് വിളിച്ച്, എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഞാൻ നിങ്ങളടുത്ത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവൻ എൻ്റെ അമ്മയ്ക്ക് വിളിച്ച കാര്യങ്ങൾ ഞാൻ കേട്ടത് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു ഇതെന്താ ഇതിലില്ലല്ലോ. ഒരു ഇതെടുത്തിട്ടോ, ഇത് അവിടെ കുത്തണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇതെടുത്തിട്ട് വാ, ഒരു ചാർജിങ് പോർട്ട് എടുത്തിട്ട് വാ, മനസ്സിലായ? ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, അമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം നമ്മൾ ആരായാലും തിരിച്ച് വിളിക്കാൻ നിൽക്കല്ല്, മനസ്സിലായില്ല? തള്ളയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ എന്തോ നിൻ്റെ അമ്മയുടെ മറ്റത് മറിച്ചതെന്നൊന്നും പറയാൻ നിൽക്കല്ല്. അതിലെനിക്ക് ഒരു യോജിപ്പും എനിക്കില്ല, മനസ്സിലായല്ല? അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും അവന് വിലയില്ല, മനസ്സിലായ? അവൻ്റെ തന്തയ്ക്ക് വിളിച്ചത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വിളിച്ചത്, അല്ലാതെ ഒരു പറയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. ഞാൻ മര്യാദയ്ക്ക് ഇന്ന് അവനെ ചെക്കനെ കയറ്റിവിടാൻ വേണ്ടിയിട്ട് അവൻ്റെ ലൈവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്, മനസ്സിലായ? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ലൈവ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല, ഞാൻ ഇന്ന് ലൈവ് ചെയ്യൂലായിരുന്നു. അവൻ പുതിയ ലൈവ് തുടങ്ങണം, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ ഈ കുണ്ണാൾ വന്നിട്ട് എന്നെ ഊമ്പിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? പറ റാംബോടാ വിട് നിങ്ങൾ വിടാൻ പറഞ്ഞ എനിക്ക് പിന്നെ വേറെ ഇതില്ലല്ലോ. ഹലോ എന്തോറ്റി നിന്നെ അടിച്ചു നിനക്ക് കൊറേ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. പറ
ഏയ് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല അപ്പാപ്പ. ഈ തന്തയ്ക്ക് വിളിച്ചവനെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കാൻ എന്തിനാ വെള്ളം കുടിക്കണം? ഈ കുണ്ണാൾക്ക് ആളറിഞ്ഞ് അല്ലല്ല അതൊന്നും കുഴപ്പമില്ല. നോമ്പൊന്നും റാമ്പ് ഒരിക്കലും മുടക്കൂലല്ലോ. നോമ്പൊക്കെ എടുത്ത് അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി. ഇതെന്താ കേവിയ തീട്ടൊന്നും ഇടല്ലേ, വിട്. നമുക്ക് ഒരിക്കലും ഞാൻ വീണ്ടും നിങ്ങളടുത്ത് ഒന്നും കൂടെ പറയാം, ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിനോ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത്. അവന്മാർ പച്ച അപരാധം കാണിച്ചു. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതേ കണക്ക് എൻ്റെ VC കയറി ഇരുന്നിട്ട് എനിക്ക് അവനെ വലിച്ചിട്ടിട്ട് എനിക്ക് പച്ച അപരാധം കാണിക്കായിരുന്നു. മനസ്സിലായി? അവൻ ഒറ്റയ്ക്ക് പോലും അല്ല വന്നത്. അവനെ ഞാൻ ഇവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ട്രാക്ക് ചെയ്ത് ഒറ്റയ്ക്ക് ഇട്ടതാ. മനസ്സിലായ? അതിന് പോലും കഴിവില്ലാത്ത കുണ്ണാളാണ്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായ? കണ്ട കുണ്ണാൾക്ക് റീച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ പോയി ഊമ്പാൻ പറയണം. MRCയിൽ എൻ്റെ ഇതിൽ ഇതല്ല മറ്റേ ഇതെടുത്തിട്ടോ, ഇത് കുത്തണം. ഇതിവിടെ ഇത് വർക്കാവണില്ല. ഹലോ 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 റാംബോ, ആ പറഞ്ഞോനെ. ആ നമ്പർ ഡിലീറ്റ് ആക്കണേ. ഡിലീറ്റ് ആക്കാം. അത് ഇനിയിപ്പോ അവസാനം ലീക്ക് ആയി കഴിഞ്ഞാൽ ഇത് സി കുത്തണോടാ. ഞാൻ കൊടുത്ത് ഞാൻ ലീക്ക് ആക്കി എന്ന് പറയും. പിന്നെ എനിക്കൊരൊറ്റ കാര്യം റാംബോലെ ലൈവിനകത്ത് പറയാനുണ്ട്. റാംബോലെ ലൈവ് കാണുന്ന കേവിലെ വ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് കേവിയായിട്ട് അടി ഉണ്ടാക്കിപ്പിക്കണം എന്നുണ്ടെങ്കിൽ 4 ദിവസം മുൻപേ ആവാം. ഓൾറെഡി MRC ആയിട്ട് ഇത് ഒറ്റ സിറ്റുവേഷൻ ഒന്നല്ല, 3-4 സിറ്റുവേഷൻ നടന്നോക്കെ. ഇതിലൊന്നും ഞാൻ ഇന്റർഫെയർ ചെയ്തിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിന് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ നമ്പർ എല്ലാം കൊടുത്ത് സഹായിക്കും. ഓക്കെ, അതിപ്പോ ഞാനിവിടെ ചെയ്തുള്ളൂ. അത് ഞാനിവിടെ ചോദിച്ചപ്പോ ആര് കൊടുക്കണമെന്ന് പറഞ്ഞു. അവസാനം മാക്ക് കൊടുക്കാൻ പറഞ്ഞോട് മാത്രം ഞാൻ കൊടുത്തത്. ഓക്കെ, അല്ലാതെ കേവായിട്ട് എനിക്ക് അടി ആപ്പിക്കണം ഊമ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ ആവായിരുന്നു. കാരണം കേവി വ്യൂസ് അധികം ഇതിനകത്ത് കിടന്ന് ഊമ്പല്ലേ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇനിയിപ്പോ റാമ്പോ നിങ്ങളൊരു മിസ്റ്റേക്ക് റാമ്പോ അറിയാതെ തെറി വിളിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. അത് നമ്മള് കേവിയൊക്കെ കൊടുക്കുന്ന ഇപ്പൊ കേവിയുടെ ഇവിടെ എത്രയും നമ്മള് റെസ്പെക്ട് കേവിയൊക്കെ കൊടുക്കാൻ കാരണം നമ്മുടെ ലീഡറും കോലീഡേഴ്സും ആ രീതിയിൽ അവരോട് നിന്നാ മതി എന്ന് പറഞ്ഞ ഒറ്റ റീസൺ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ റാമ്പോയുടെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഡറും നമ്മുടെ ലീഡറും സംസാരിച്ച് ഇത് നമ്മൾ മാത്രം ലൈവ് ഇല്ലാത്തപ്പോ അറിഞ്ഞിട്ട് സോൾവ് ആക്കാനുള്ള ഒരു കേസാണ്. ഇന്നലെ സംസാരിച്ച് തീർത്ത കാര്യം അവര് വീണ്ടും ലൈവ് എടുത്ത് വന്നിരുന്ന് സംസാരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അവർക്ക് വേണ്ടത് ഒരു കോൺട്രവേഴ്സി, ഒരു സംഭവം. അതിപ്പോ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഇപ്പൊ കളിക്കുന്നത് കേവിയോ ടെക്സസ് ഒന്നുമല്ല. ഇപ്പൊ ഞാൻ കളിക്കുന്നത് MRC. അപ്പൊ കൂടെ നിൽക്കുന്ന ഒരുത്തിന് ഒരു ആവശ്യം വരുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ഞാനങ്ങ് ചെയ്തു കൊടുക്കും. അല്ലാതെ എനിക്ക് ഞാൻ കളിച്ച കേവി അതിലേക്ക് കുറെ പേര് അറിയാം എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. എല്ലാവരും അവരവരുടെ കാര്യം ചെയ്ത് മൂന്നായി പോവാ. പിന്നെ ഒരു കാര്യം, അതായത് വെറുതെ തന്തക്കും തള്ളക്കും വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് കൂടുതലുള്ളവർക്ക് അത് കേട്ടിരിക്കാൻ നമ്പർ കൊടുക്കണത് എന്താ വെച്ച് കഴിഞ്ഞാല് അവൻ പറഞ്ഞതാണ് പോയിന്റ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അങ്ങനെ ആക്കി എടുക്കാതിരിക്കുക. വ്യൂവേഴ്സിനോടാണ് പറയുന്നത്. വെറുതെ നിങ്ങളെ ഇഷ്ടത്തിന് ഇത് വളച്ചൊടിച്ചിട്ട് നിങ്ങളെ ഇഷ്ടത്തിന് കൊണ്ടുവരുന്നതാണല്ലോ സ്ഥിരം പരിപാടിയാണെന്ന് അറിയാം. പക്ഷെ ദയവ് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വ്യൂവേഴ്സിന് അറിയാം. ഫാൽക്ക, ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. നമ്മളെ വ്യൂവേഴ്സിന് അറിയാം നമ്മളെ MRC എന്താണെന്ന് അറിയണത്, നമ്മളെന്താണെന്ന് അറിയണത് നമ്മളെ വ്യൂവേഴ്സിന് അറിയാം എന്താണ് കാര്യമെന്ന്. മനസ്സിലായ? അല്ലാതെ ഈ കേവിയിലെ ഞാൻ പേരിനി പറയല്ല, കുറെ തീട്ടപ്പട്ടികൾ വന്ന് ഇവിടെ വന്നിട്ട് തൂറിയിട്ടിട്ട് പോയെന്നും പറഞ്ഞാൽ അത് നമുക്ക് നാറൂല. മനസ്സിലായ? നമ്മളെന്താണെന്ന് നമുക്കറിയാം. KVL ഇതേ കണക്ക് ഇന്ന് അവന്മാർക്ക് അങ്ങനെ അവന്മാർക്ക് സ്വന്തമായിട്ട് ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ ഒരു സാധനം അവന്മാർക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അവന്മാർ കയറിയിരുന്ന് എന്റെ തന്തയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ഇത് സംസാരിച്ച് തീർത്ത കാര്യമാണ്. അതെ, നമ്മള് എല്ലാവരും, ഞാന് ഷെയ്ഖ്, അത് ലീഡർ, കോ ലീഡേഴ്സ്, ലീഡർ രാജുഭായി, എല്ലാരും നമ്മുടെ ഭാഗത്തുനിന്ന് പോകേണ്ട, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പോകുന്ന എല്ലാവരും പോയി. അവിടെ റാംബോ ഒന്നും മിണ്ടി പോലുമില്ല. അവന്റെ മര്യാദ അവനാണ് മിണ്ടായിരുന്നത്. ഞാൻ അവനെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവര് പറഞ്ഞില്ല അത് വിടുന്ന് പറഞ്ഞപ്പോ, ലീഡർ പറഞ്ഞപ്പോ റാംബോ ഒരു അക്ഷരം മിണ്ടില്ല. റെസ്പെക്ട്, അത് ഞാൻ അവനക്ക് എന്ത് വേണേലും അവിടെ പറയായിരുന്നു. പക്ഷെ റാംബോ അത് കേട്ടിട്ട് അതിന് ഞാൻ ഹാറ്റ്സ് ഓഫ്. കാരണം അത്രയും പ്രഷറായിട്ട് പോലും അവനൊന്നും മിണ്ടില്ല. അത്രയും കൂളാക്കിയിട്ട് അത് അവിടുന്ന് സോൾവ് ചെയ്തിട്ട് അയ്യും കൊടുത്ത് തിരിച്ചു പോന്നിട്ട് ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഇമ്മാതിരി അപരാധം കാണിച്ചു കഴിഞ്ഞാല് ഇതൊന്നും അല്ല. ഞാൻ ഒരു കാര്യം പറയാം, എന്നെ ഇത് കൂട്ടണ്ട. പക്ഷെ ഞാൻ നിങ്ങളടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങളെ വളർച്ച, നമ്മളെ കൂട്ടത്തിൽ ഓരോ ആൾക്കാരും വളർന്ന വളർച്ചയൊന്നും ഇവന്മാർക്ക് അത്ര ദഹിക്കല്ല. അത്രയും ചിന്തിച്ചാൽ മതി. മനസ്സിലായ? ഇത് അകത്ത് നാളെ തൊട്ട് ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഇന്നോട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ ഇതിന്റെ ടാർഗറ്റും കാര്യങ്ങളും അകത്തും ഉണ്ടാവും. മനസ്സിലായ? ഇവന്മാര് അറിഞ്ഞു വെച്ചോണ്ട് കളിക്കണതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇന്ന് കാസ്ട്രോ എന്താ ഇന്ന് കാസ്ട്രോ കയറാത്ത. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, കാസ്ട്രോ ബ്രോ, നിങ്ങളിത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് ഒരേ ഒരു കാര്യമേ പറയാവുള്ളൂ.
എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ദേഷ്യമോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു വിദ്വേഷമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ കോ മെമ്പേഴ്സിനെ അതിൽ പറഞ്ഞു നിർത്തേണ്ട നിങ്ങളെ ഉത്തരവാദിത്വമായിരുന്നു. എൻ്റെ കോ ലീഡേഴ്സും എൻ്റെ ലീഡറും ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് മൊത്തം കേട്ടനുസരിച്ച് ഞാൻ ഇന്നലെ അവരെ റെസ്പെക്ട് ചെയ്ത് ഞാൻ ഇന്നലെ RP നിർത്തി അവിടെ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇന്ന് ഇത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടെന്ന് എനിക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് പറ്റൂല. മനസ്സിലായ? എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളെ ഇതുവരെ നേരിട്ട് കാണേ അല്ലെങ്കിൽ നിങ്ങളടുത്ത് നേരിട്ട് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ ഈ MRZ ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞ് ഈ ഒരു വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ എനിക്കറിയാം, ഞാൻ വന്ന സമയം തൊട്ടേ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിലോട്ട് ഇറങ്ങണതിന് മുമ്പേ ഇതിലോട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഒരിക്കലും നിങ്ങളെ ചീത്ത വിളിക്കാനോ നിങ്ങളുടെ അടുത്ത് പറയാനോ. നമ്മളൊക്കെ ഈ ഗെയിമിങ്ങിന്റെ ലൈവ് കണ്ടു തുടങ്ങിയാണ് കാസ്ട്രോബോ നിങ്ങളുടേതാണ്. ഞാനും നിങ്ങളുടെയും തൊപ്പിയുടേതും ഈഗിൾ ബ്രോയുടെ ഒക്കെ RP ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായ? RP മാത്രമല്ല നിങ്ങളെ പല സ്ട്രീമും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അനക്ക് നിങ്ങളുടെ അടുത്ത് ഹ്യൂജ് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ താഴെ തട്ടി നിൽക്കണവന്മാർ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന വിദ്വേഷത്തിന്റെ പുറത്താണ് ഞാൻ ഇന്ന് ഇവിടെ ഇത്രയും ട്രിഗറായി ഇത് സംസാരിക്കേണ്ട കാര്യം വന്നത്. മനസ്സിലായി? എനിക്കത് സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കുണ്ണയാവും. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഇത് നേരത്തെ അറിഞ്ഞിട്ട് ഞാൻ ഇത് ലൈവ് ഒന്നും തുടങ്ങിയ ആളല്ല. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇന്ന് RP കയറണ്ട. ഇന്ന് നമ്മുടെ ജാസി നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയണം, ജാസി പുതിയതായിട്ട് സ്ട്രീം തുടങ്ങിയാണ്. അപ്പോൾ അവന് സ്ട്രീം തുടങ്ങാൻ വേണ്ടിയിട്ട് അവനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവൻ്റെ ചാനലൊന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് കയറിയത്. അല്ല ഇന്ന് RP കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ സ്ക്രീനും ഒന്നും ഞാൻ സെറ്റാക്കില്ല. അതിനുവേണ്ടി കയറിയപ്പോഴാണ് എൻ്റെ ചാറ്റിൽ വന്നിട്ട് ഹിറ്റ്മാൻ എന്നെ ചീത്ത വിളിച്ച് എന്ന് പറഞ്ഞിട്ട് ഹിറ്റ്മാൻ ലൈവ് എന്നെ നമ്മളെല്ലാരും സ്ട്രീം ചെയ്യുമ്പോൾ നമ്മുടെ ചാറ്റിൽ വന്നിട്ടാണ് നമ്മൾ ഈ കേസ് അറിയണത്. ലൈക്ക് ഹിറ്റ്മാന്റെ കമ്പനിയിൽ നോക്കി ഹിറ്റ്മാൻ അവിടെ പറയണത് നോക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് അറിയണത്. നമ്മൾ ആരും ഒന്നും പറയാനൊന്നും ഈ സംഭവം നമ്മൾ ഇന്നലെ ആ ഗാങ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ലീവ് ചെയ്ത് പോകുന്നതാണ്. അതെ, എനിക്കിത് തുടങ്ങാൻ ഒരു താല്പര്യമില്ലെന്ന്. എന്നിട്ട് എൻ്റെ ലൈവിൽ ഫസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ബ്രോ ഈ പറഞ്ഞവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് അത് ഇന്നലെ സംസാരിച്ച് തീർന്ന ഒരു ഇഷ്യൂ ആണ്, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്നും പറഞ്ഞ് ഞാൻ ലീവ് ചെയ്ത ഒരു ഇഷ്യൂ ആണ്. പിന്നെ എൻ്റെ തന്തയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ചാറ്റ് മൊത്തം പറയാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഇവനെ ഞാൻ വിളിച്ചത്. ഇവൻ്റെ ലൈവും കണ്ടിരുന്നു. ഞാൻ എപ്പം വിളിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ മൈക്കി എന്ന് പറയുന്ന അവൻ്റെ അടുത്ത് ഇനി ഞാൻ അവനെ ചീത്തയൊന്നും വിളിക്കാനുള്ള എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അവൻ്റെ തന്തയ്ക്ക് വിളിച്ചു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി ചീത്ത വിളിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ ഒരൊറ്റ കാര്യം ബ്രോ, ഞാൻ വീണ്ടും വിത്ത് റെസ്പെക്ട് കാസ്ട്രോ ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയണം. ഞാൻ ഇത് വീണ്ടും ഇവിടെ വെച്ച് അവൻ എന്നെ ചീത്ത വിളിച്ചു, ഞാൻ അവനെ ചീത്ത വിളിച്ചു. ഇത് ഇവിടെ വെച്ച് തീർക്കാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. അനക്കോ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഗ്യാങ് മെമ്പേഴ്സിനും ആർക്കും ഇതിൽ പങ്കില്ല. അവൻ എന്നെ ചീത്ത വിളിച്ചു, ഞാൻ അവനെ ചീത്ത വിളിച്ചു. ഇതിലെൻ്റെ ഗ്യാങ് മെമ്പേഴ്സിന് ആർക്കും യാതൊരു പങ്കുമില്ല. അപ്പം ഇത് ഞാൻ ഇവിടെ വെച്ച് വിടുകയാണ്. മനസ്സിലായ? വിത്ത് നിങ്ങളടുത്തുള്ള റെസ്പെക്റ്റ് കൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് വിടുകയാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് വീണ്ടും ഇവൻ്റെ ഭാഗത്തു നിന്ന് ഇത് തുടങ്ങാനോ അല്ലെന്നുണ്ടെങ്കിൽ ഭാഗത്തു നിന്ന് തുടങ്ങാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ വ്യക്തികളെ അറിഞ്ഞൂടെ? എനിക്കറിയാം. അതെ, അത് എനിക്കറിയാം. രാജുഭായ് എങ്കിലും ഇത് പറയേണ്ട ഉത്തരവാദിത്വം നമ്മളെയാണ്. നാളെ ഞാൻ ഇത് പറഞ്ഞില്ലെന്ന് പറഞ്ഞൊരു ഇത് പറയല്ലേ. അതെ രാജുഭായിക്ക് അറിയാം ഈ കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഇതിനി ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കും. രാജുഭായ് ഇതിന്റെ പേരിൽ ഇനി മുന്നോട്ട് എന്ത് സംഭവം ഉണ്ടായാലും എന്നെ പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ തന്തയ്ക്ക് വിളിച്ചോണ്ട് കാര്യം പറയാം. ഞാൻ ഓപ്പൺലി പറയാം, ഞാൻ ഇങ്ങനെ ഒരു റിയാക്ട് ചെയ്ത ആളാണ്. നിന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം എന്റെ സ്വഭാവം വെച്ച് എന്റെ കൂട്ടത്തിൽ വരുന്ന ചീത്ത ഞാൻ ആദ്യം ചീത്ത പോയി വിളിക്കുന്ന വരുത്തുന്നത്. പക്ഷെ ഞാൻ പറയാം, ഓപ്പോസിറ്റ് വർഷങ്ങളായിട്ട് അറിയുന്ന അവനും എനിക്ക് ഒരു ബ്രദർ പോലെയാണ്. അപ്പൊ ഇതിന്റെ എനിക്ക് സൈലന്റ് നിവൃത്തി എന്റെ കൈ കെട്ടിയിരിക്കുക. സത്യം പറയാകുമ്പോൾ എനിക്ക് അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇടപെടാതിരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്. നിനക്കൊന്നും തോന്നരുത് എനിക്ക് നീയും എന്റെ അത്ര ഇതാണ്. പക്ഷെ അവൻ വർഷങ്ങളായിട്ട് എനിക്ക് അറിയണോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ അതില് മനസ്സിലായി, രണ്ട് ഫ്രണ്ട്സ് അടി ഉണ്ടാക്കിയിട്ട് മൂന്നാമത്തെ പെട്ട് വെക്കില്ല. അതേ അവസ്ഥ ഞാൻ നിൽക്കുക. എനിക്കൊന്ന് പറയാം. പക്ഷെ മൈക്കിക്ക് അപ്പുറം മൈക്കി അല്ലാതെ വേറെ ഏത് കുണ്ണേ നിന്നെ എന്തെങ്കിലും കുണ്ണാന്ന് പറയണം. അവന്റെ തന്തയ്ക്ക് തന്നെ ഞാൻ കയറി വിളിക്കും. മൈക്കി പ്രത്യേകം മാത്രം നോക്കിയാൽ മതി. നിങ്ങളെ വാക്ക് റെസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ അന്ന് എന്റെ അടുത്ത് ഈ സിറ്റുവേഷൻ അവിടെ ലീവ് ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ റാംബോ ഞാൻ സംസാരിക്കുകയല്ലേ, നീ വാ തുറക്കല്ലെന്ന് പറഞ്ഞു.
മിഞ്ഞാം സിറ്റുവേഷനിലും രാജുഭായി പറഞ്ഞത് റാമ്പോ കേട്ട്, ഇന്നലത്തെയും ലീഡറും കോ ലീഡറും പറഞ്ഞപ്പോ റാമ്പോ കേട്ട്. അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, ലൈവിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. കുറെ POV എടുത്ത് നിരത്തിയത് മാത്രമല്ല ഇതും സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. നമ്മളെ ഭാഗത്തുനിന്ന് താവാവുന്നത് അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്ത്, എന്നിട്ട് ഈ ചിന്തയിന് നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്ത് അത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അങ്ങനെ വിട്ടാൽ മതി കാര്യങ്ങൾ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഇത് ഇവിടെ വെച്ച് ഞാൻ ഇത് ശേഖ പറ. അല്ല ഞാന് അതിനെപ്പറ്റി സംസാരിക്കാനല്ല, അത് എന്റെ സൈഡ് ഞാൻ പറഞ്ഞു. ആരെ ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ സിറ്റി വന്ന ഒരു ഞാൻ പോകും. പുതുക്ക് ഗാരേജിൽ വന്നാൽ മതി, പുതുക്ക് ഗാരേജിൽ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ലൈവില് കണ്ടുപോയി. ഓ നല്ലോണം ഉറങ്ങാൻ പറ്റുമല്ലോ. ഒന്നുമില്ല പുള്ളേ, ഒന്നുകൂടെ കണ്ടിട്ടേ എന്റെ ഊര് ഫേസ് അവന്റെ പീസ് ലാഗാവുന്നതാ. എന്റെ എക്സ്ട്രാ ഞാൻ ഇറങ്ങണേ. ഓ ഷെയ്ക്കിന്റെ ലൈവ് എടുത്ത്